സമൂഹത്തിന് നേരെ ചില എടുത്തുകാട്ടലുകൾ നടത്തിയപ്പോൾ അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ട് സംഘടനയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളെ തൊഴിൽ എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ ഒരു എന്താ പറയുക, ഞാൻ കിടന്നിട്ട് കുറച്ച് മുല്ലപ്പൂ കയ്യിൽ വെച്ച് മാറി ഒരു ടയേർഡായിട്ട് കിടക്കുന്ന ഒരു മോഡൽ ഒരു വേറെ ഫോട്ടോഗ്രാഫർ വെച്ച് പിടിപ്പിച്ചു. അത് ചോദിച്ചു തീർന്നില്ല, ഒരു ഇത്രയും ഒരു ചരവത്തടി കൊണ്ടിട്ട് എൻ്റെ തലയിൽ ഒറ്റയടി. അയാൾ 5 ഷെല്ലിൻ്റെ ടോർച്ച് കൊണ്ട് എന്നെ നെഞ്ചിലിടിച്ചിട്ടുണ്ട്. ഇന്ന് ആ ടോർച്ച് കുത്തി കയറിയ അടയാളം എൻ്റെ ഇടത് നെഞ്ചിൻ്റെ താഴെയുണ്ട്. ഞാനത് ചെയ്യുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, 10 ദിവസത്തേക്കുള്ള പ്രശ്നം പരിഹരിക്കുന്നു. ഉള്ളിൽ തോന്നിയത് ഇതാണ്, ഇത് തെറ്റാണ്. 15-ാം തീയതി ബുക്ക് വായിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ തരുന്നു. 18-ാം തീയതി ബുക്ക് ഇറക്കുന്നു. അപ്പോൾ അതിലെ ചതി എനിക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം വേണ്ടിയുള്ളൂ. അതിലും ഏറ്റവും വലിയ എനിക്ക് പ്രശ്നമായിട്ട് വന്നത് എൻ്റെ ക്ലയൻറ്റുകളൊന്നും ആരും എൻ്റെ അടുത്ത് വരാതായി, ഒറ്റ ക്ലയൻറ്റിനെ കിട്ടാതായി, ജീവിതം വഴി മുട്ടിപ്പോയി. ഞാൻ എന്തിനും എതിർക്കുന്നതാണ്, എന്തിനും ഇന്ന വഴി പോകണമെന്ന് വാശി പിടിക്കുന്ന ആളാണ്. ചേട്ടൻ കല്യാണം കഴിച്ചാൽ അനുജനും കൂടി അവരെ ഭർത്താവാന്നൊരു ശീലം ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു. അച്ഛൻ അയാളെ പറ്റി എന്നെ പേടിപ്പിക്കുന്ന ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു മമ്മട്ടി കൈക്ക് അടിച്ചിട്ട് ഒരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞില്ല. അതുകൊണ്ട് അയാളുടെ അടുത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. നമസ്കാരം, മാറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. എഴുത്തുകാരിയാണ്, സോഷ്യൽ വർക്കറാണ്. അതുപോലെ കോളേജ് സ്റ്റുഡൻസും അവർക്കൊക്കെ ഒരുപാട് രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന നല്ലൊരു പ്രാസംഗികയാണ്. അതിലൊക്കെ ഉപരി തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്കറിയാത്ത ഒരു മേഖലയെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു നല്ലൊരു എഴുത്തുകാരിയാണ് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ നളിനി ജമീല, സ്വാഗതം. എനിക്കാദ്യം വളരെ കൗതുകമായിട്ട് തോന്നിയതേ ഈ പേര് നളിനി ജമീല എന്നുള്ള പേര് എന്തുകൊണ്ടാണ്? അതൊരു തൂലികനാമമായിട്ട് നമ്മൾ വെച്ചതാണോ അതെയോ? അല്ല, ഞാൻ സമൂഹത്തിന് നേരെ ചില എടുത്തുകാട്ടലുകൾ നടത്തിയപ്പോൾ എന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നളിനി എന്നുള്ള പേരിലാണ് ഞാൻ ബുക്ക് എഴുതുന്നെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ സമൂഹത്തിനോട് പറയേണ്ടെന്ന് അവരറിയില്ല. അപ്പോൾ അവരത് അറിയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ണറായ ഷാഹുൽ ഹമീദിൻ്റെ ഫാമിലിയും ഒപ്പം ആ ജമാഅത്തിലൊക്കെ പെട്ട ആൾക്കാരുമാണ് അവർ. അപ്പോൾ അവരോട് എനിക്ക് പ്രതികരിക്കാനുണ്ട്, അവരെന്നെ അറിയണം, ഞാനാണ് അവരോട് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ആ പേര് സ്വീകരിച്ചത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഷാഹുലിക്കയും കുടുംബം വിളിച്ചിരുന്ന പേരാണ് ജമീല. എൻ്റെ അച്ഛനിട്ട പേരാണ് നളിനി എന്നുള്ളത്. ഒരു പുസ്തകം എഴുതാനുള്ളൊരു പ്രേരണ ശരിക്കും ഉണ്ടായത് എവിടെ നിന്ന്? ഞാൻ പറയുന്നത് ഇപ്പം മൈത്രനെ പോലെയുള്ള പരിചയക്കാർ, അങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരിൽ നിന്നുള്ള ഒരു പ്രചോദനമാണോ അതെയോ എൻ്റെ ഒരു ജീവിതം പുസ്തകമാവണം എന്നുള്ളൊരു തോന്നലിൽ നിന്ന് സ്വയം എടുത്തൊരു തീരുമാനമാണോ? ഞാൻ ഞാൻ അടങ്ങുന്ന സെക്സ് വർക്കർക്ക് വേണ്ടിയിട്ട്, അതുപോലെ അതിനോടനുബന്ധമായിട്ട് HIV ബാധിതർ, അതർ കമ്മ്യൂണിറ്റി, അതായത് LGBTQ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എന്നെ ഒരു ഉദാഹരണമായിട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആരോഗ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ PA എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയപ്പെടുന്നിരുന്നത്. അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് പറയും, ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന ആള്, ഇന്ന പേര്, ഇന്ന കുടുംബം എന്ന് പറയും. ഞാൻ പറയും, ഞാൻ നളിനി, സെക്സ് വർക്കറാണ്, സാമൂഹ്യ പ്രവർത്തകയാണെന്ന് പറയും. ഈ എൻ്റെ ഒരു പറച്ചിൽ കേട്ടിട്ട് മൈത്രേനും പോൾസനൊക്കെ പറയും, നീ ഒരു കാര്യം ചെയ്ത, നീ ഒരു ചരിത്രം എഴുതി വെച്ചു എന്ന് പറയും. ചിലവർ പറയും ഒരു ബുക്ക് എഴുതിക്കുമെന്ന് പറയും. അപ്പം ഇങ്ങനെ കുറേ സമയം ഇവരിങ്ങനെ പലപ്പോഴുള്ള കളിയാക്കലല്ല, എന്നെ അങ്ങനെ ഒരു ഇതായിട്ട് കാണുമ്പോൾ ഇങ്ങനെ പറയാം. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കാര്യമാണല്ലോ ഒരു എഴുതുക. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ട് സംഘടനയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളെ തൊഴിൽ എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങളുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്സ് വർക്കർ എന്ന് പറയാം. അപ്പോൾ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. നീ പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറയാം. പിന്നീട് ഞാനെപ്പോഴും അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നല്ല ലോകത്തിലെ ചരിത്രത്തിൽ ഇല്ലാത്തത് സെക്സ് വർക്കറുടെ ചരിത്രമാണ്.
ഇല്ലാത്തെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ചിലപ്പോൾ എന്നാലും മുമ്പ് എഴുത്തുകാരി ഉണ്ടായിരുന്നു, എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ മലയാളത്തിലാണോ? മലയാളത്തിലാണോ? മലയാളത്തിലല്ല, പുറം നാട്ടിലാണ്, ഇന്ത്യയിലല്ല. ഇന്ത്യയിലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയാലോ. അപ്പോൾ ഇവരെന്താ പറയുക, ആത്മകഥ എന്ന് പറയും, ജീവചരിത്രം എന്ന് പറയും, കഥ എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും മൈത്രേയനോട്, മൈത്രേയ ഇതിലേറ്റവും ബലപ്പെട്ട് നിൽക്കുന്നത് ഏതാ? ഈ 3 എണ്ണത്തിൽ ശരിയായിട്ട് തോന്നുന്ന, ബലമായിട്ട് നിൽക്കുന്ന, ആധികാരികതയുള്ളത്? മൈത്രേയൻ പറഞ്ഞ ആത്മകഥയാണ്. ജയശ്രീ ഒപ്പം തന്നെ ജയശ്രീ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ ആത്മകഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മകഥ എഴുതാൻ പോവാന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നി. ഒരു സെക്സ് വർക്കർക്ക് എന്താ ആത്മകഥ ആണെങ്കിൽ മൈത്രേയനെ പോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും എഴുതില്ല എന്നൊരു തോന്നല്ല എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പേടിപ്പിക്കില്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ എഴുതാൻ പോകണം. അപ്പോഴാണ് മൈത്രേയൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഐ ഗോപിനാഥ് കള്ളക്കഥ എഴുതും. അപ്പൊ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഒരു പേജ് ദിവസം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മൈത്രേയൻ എനിക്ക് അക്ഷരങ്ങൾ അത്ര പരിചയമില്ല, ഞാൻ ചിന്തിച്ചു വരുമ്പോൾ അക്ഷരങ്ങൾ കൈവിട്ടു പോകും. അപ്പൊ ചിന്തിക്കലും അക്ഷരങ്ങളും ഒരുമിച്ച് തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഐ ഗോപിനാഥ് ചെയ്തു വരും പറഞ്ഞു. അപ്പൊ ഐ ഗോപിനാഥാണ് അദ്ദേഹം ഇപ്പൊ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന, എഴുതുന്ന, പല തിരിച്ചറിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹമാണ് അത് ആദ്യം തന്നെ അതിനൊരു പ്രചോദനമായിട്ട് വന്നത്. ഒപ്പം തന്നെ ഐ ഗോപിനാഥ് എനിക്ക് എഴുതാൻ വേണ്ടി ഞങ്ങൾ കഥ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിവിക് ചന്ദ്രൻ എന്നോട് പറയും, നളിനിയുടെ പ്രണയങ്ങൾ ഉണ്ടാവണം, നളിനിയുടെ തോന്നലുകൾ ഉണ്ടാവണം, നടന്നത് മാത്രമല്ല ആ പ്രണയങ്ങളെ പറ്റിയുള്ള ആധികാരികത ഉണ്ടാവണം എന്നൊക്കെ പറയും. അപ്പൊ ഇതൊന്നും ഗോപിനാഥിന് അത്ര ഇഷ്ടമല്ല. ആൾക്ക് എന്ന് പറഞ്ഞാൽ സെക്സ് വർക്കറുടെ കഥ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്താ പറയാ, കാലത്ത് എഴുന്നേറ്റ് അമ്മ പാല് തന്നു കുടിച്ചു എന്നൊക്കെ പറയണ മാതിരിയുള്ളൊരു ചരിത്രമാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ ആൾക്കൊരു നീരസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രേട്ടൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ അത് 1 വർഷം കൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, എഴുതി. 1 വർഷത്തിനകത്ത് ബുക്കായി. അപ്പം ഈ ബുക്കെന്ന് പറയുമ്പോൾ ബുക്ക് പ്രസിദ്ധീകരിച്ചാൽ പണം കിട്ടുമെന്ന് എനിക്കറിയില്ല, ബുക്കിന് എനിക്കൊരു അവകാശം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനുണ്ടാവണം ബുക്കിൽ, അത് മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ചെറിയ വിഷയത്തിൽ അയാൾ പറയണതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാണ്ടായി. ഞാൻ നല്ലൊരു ഫോട്ടോ കൊടുത്തപ്പോൾ പറഞ്ഞു, ബ്യൂട്ടി പാർലറിൽ പോയി എടുത്ത ഫോട്ടോ ആണ്, ഇതൊന്നും ബുക്കിൽ കൊടുക്കാൻ പാടില്ല. അപ്പം എനിക്കും അറിയില്ല, ഞാൻ സമ്മതിച്ചു. പിന്നെ അയാൾ ഒരു എന്താ പറയുക, ഞാൻ കിടന്നിട്ട് കുറച്ച് മുല്ലപ്പൂ കയ്യിൽ വെച്ച് മാറി ഒരു ടയേർഡായിട്ട് കിടക്കുന്ന ഒരു മോഡൽ ഒരു ഫോട്ടോ വേറെ ഫോട്ടോഗ്രാഫർ വെച്ച് പിടിപ്പിച്ചു. അപ്പോഴും ഞാൻ സമ്മതിച്ചു കൊടുത്തു. പക്ഷേ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൽ 2 പേജ് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. 2 പേജ് എന്ന് പറഞ്ഞാൽ ഫുൾ പേജല്ല, കുറച്ച് ഭാഗങ്ങൾ. 15-ാം തീയതി ബുക്ക് വായിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ തരുന്നു. 18-ാം തീയതി ബുക്ക് ഇറക്കുന്നു. അപ്പോൾ അതിലെ ചതി എനിക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം വേണ്ടി വന്നു. എൻ്റെ വേറെ കുറേ കൂട്ടുകാർ പറഞ്ഞു, ഇനി 15-ാം തീയതി നിൻ്റെ കയ്യിൽ വന്നിട്ട് 18-ാം തീയതി ബുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ബുക്ക് ഓൾറെഡി അവിടെ ശരിയാണ്, അപ്പം ഇത് മാറ്റാനും പറ്റില്ല. അത് ജീവിതത്തിൽ പല ഭാഷകളും പോലെ എനിക്ക് തോന്നി. അല്ല അങ്ങനെ പറ്റില്ല എന്നുള്ളത് ഒന്നുമില്ലല്ലോ. ഞാൻ ഉടനെ DC രവീനെ സമീപിപ്പിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന 2 കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതിൽ കുട്ടിയടത്തി വിലാസിനെ പറ്റിയിട്ടൊരു പേജ് ഉണ്ടായിരുന്നു. കുട്ടിയടത്തി വിലാസിനെ എനിക്കറിയില്ല. അപ്പോൾ അവർ ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ഒരു വശമോ എനിക്കറിയില്ല. അറിയാത്ത ആളെ പറ്റി കുറച്ച് മോശമായ ഒരു ഇത് ഉണ്ടായിരുന്നു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. രണ്ടാമതുണ്ടായിരുന്നൊരു കാര്യം, ഞാനീ പറയുന്നത് ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതെനിക്ക് പ്രശ്നമല്ലാന്ന് ഞാൻ പറയുന്ന പോലെ എഴുതിയിട്ടുണ്ട്. പ്രശ്നമല്ലെങ്കിൽ പിന്നെ വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ, പ്രശ്നമല്ല, അവിടെ അവസാനിച്ചു. മറ്റൊരാളെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചെയ്യാനുള്ളത്, കഴിയുമെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെ, കഴിയുമെങ്കിൽ ചിലയിടത്തൊക്കെ ഏറ്റുമുട്ടലുകൾ വേണ്ടി വരും, അത് സമരമാണ്, കഴിയുമെങ്കിൽ വേദനിപ്പിക്കാതെ പോകും, ഇതാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ ആ ഭാഷയുടെ ആവശ്യമില്ല. അതൊരു ബുക്കിൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണോ? അങ്ങനെ അല്ല, അങ്ങനെ ആയിരിക്കട്ടെ, പക്ഷെ നമ്മുടെ ഒരു എൻ്റേത് എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടാണ് അതിലുണ്ടാവുന്നത്. ബുക്കിൻ്റെ പേരെന്താണ്, നളിനി ജമീലയുടെ ആത്മകഥ എന്നാണ്. അവിടെ വേറെ ആളില്ല അതിനകത്ത്. എഴുതി തന്ന ആളുണ്ടാവാം, പ്രസിദ്ധീകരിച്ച ആളുണ്ടാവാം, അതിൽ ഞാൻ പറയുന്ന പേരുകളുണ്ടാവാം, ഒക്കെയാണ്. പക്ഷെ ആധികാരികമായിട്ട് ആ സാധനം എൻ്റേത് മാത്രമാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടും എൻ്റേത് മാത്രമായിരിക്കണം. തെറ്റോ ശരിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒന്നിനും വേണ്ടിയിട്ടും ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എഡിറ്റ് ചെയ്യിച്ചു.
ഞാനതെഴുതി മാറ്റി എഴുതി. രവി പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ മാറ്റി എഴുതി. അത് റിലീസ് ചെയ്തു, നിലനിർത്തി. അത് ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം അപ്പൊ അത് 100 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇടയിൽ നിർത്തിപ്പോയാൽ അതിന് കണ്ടിന്യൂറ്റി ഇല്ലാതായി ഇങ്ങനെ വായനക്കാരനില്ലാതെ പോകുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല, എൻ്റെ അറിവ് വെച്ച് അതങ്ങനെ സംഭവിച്ചു. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ എഴുതുന്ന സമയത്ത്? ഇല്ല, എഴുതുന്ന സമയത്ത് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എഴുതുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ റൗണ്ടിലുള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഡോക്ടർ ജയശ്രീ മൈത്രേയൻ അല്ലെങ്കിൽ സുഭാഷ് എന്ന് പറയും, ഇപ്പൊ അദ്ദേഹം കളക്ടറാണ്, ടി ജി സുഭാഷ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് അറിയുള്ളായിരുന്നു. രേഷ്മ ഭരദ്വാജ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ മാറ്റി എഴുതിയപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്നെ വിമർശിച്ചത്, നമ്മുടെ ഗംഗാധരൻ മാഷ്. അപ്പോൾ മച്ചുപോയി ഗംഗാധരൻ മാഷകൾ എന്താണെന്ന് തോന്നുന്നു, ചരിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹം മാത്രം വിമർശിച്ചു. നളിനി ഐകത് ഗോപിനാഥൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ചു കൊണ്ടുപോയിട്ട് വേറെ കുറേ ആൾക്കാർക്ക് അവരൊരു വിമർശനം കൂടെ നടത്തിയ, വാക്യം മറന്നുപോയി, അവരെ കയ്യിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ആള് തന്നെ എന്നെ വിമർശിച്ചു. പക്ഷെ വിമർശിച്ച് അത് ശരി തെറ്റൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ എൻ്റെ ജീവിതം ഞാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ മാർഗതടസ്സമായിട്ട് നിൽക്കുന്നത് എനിക്ക് മാറ്റി കളയാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ രാധിക എന്ന് പറഞ്ഞിട്ടൊരു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൾ പറഞ്ഞു, ഈ ചെറിയ ടച്ച് ഫോണുള്ള മറ്റേ ബട്ടൺ ഫോണുള്ള കാലത്താണ്, പഴയ കാലത്താണ്. അപ്പോൾ ഈ വിമർശനമൊക്കെ വന്നപ്പോൾ മൈത്രേയൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു. അത് ഭയങ്കര രസകരമായിരുന്നു, ചീത്തയൊക്കെ കേട്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ ആൾക്കാർ വിളിക്കും, കുറേ അവർ ചീത്ത പറയും, അതങ്ങനെയല്ല അതിങ്ങനെയല്ല, സമൂഹത്തിന് അങ്ങനെയാവുന്നു ഇങ്ങനെയാവും എന്നൊക്കെ പറയും. ഞാൻ അതിനോട് വല്ലാണ്ട് വിമർശനത്തിനൊന്നും പോകാറില്ല. ശരി, നിങ്ങൾ വായിക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ, ഞാനിതൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് പിന്നീട് മറുപടി പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചിനി ഇവള് തലയിൽ കയറാൻ തുടങ്ങി. അതിലും ഏറ്റവും വലിയ എനിക്ക് പ്രശ്നമായിട്ട് വന്നത് എൻ്റെ ക്ലയൻറ്റുകളൊന്നും ആരും എൻ്റെ അടുത്ത് വരാതായി, ഒറ്റ ക്ലയൻറ്റിനെ കിട്ടാതായി, ജീവിതം വഴിമുട്ടിപ്പോയി. ബുക്ക് ഇറങ്ങും ചെയ്തു, എനിക്ക് ഫീൽഡിൽ നിന്ന് ക്ലയൻറ്റിനെ കിട്ടാണ്ടായി. അതിൻ്റെ പ്രധാന കാരണം ഞാൻ നിൽക്കുന്ന പിക്കപ്പ് പോയിന്റുകൾ എന്ന് തന്നെ പറയാം, ആ പരിസരത്തേക്കായിരുന്നു എൻ്റെ ബുക്ക് കിടന്നിരുന്നത്. അതും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ക്ലയൻറ്റിനെ കാത്തില്ല. പിന്നിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്ന മുല്ലപ്പൂ വെച്ച് കിടക്കുന്ന ബുക്ക് അവിടെ ഇരിക്കുക. അപ്പം ഇവരതിന് പറഞ്ഞ കാരണം എന്താണെന്ന് അറിയുമോ? നളിനിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നളിനി നമ്മുടെ പേരൊക്കെ പ്രസിദ്ധീകരിക്കും, പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ വിമർശിച്ചവരൊക്കെ പറഞ്ഞ പ്രധാന കാര്യം, ശരിക്കും ബുക്ക് എഴുതുമ്പോൾ നമ്മൾ ഈ ഫീൽഡിലുണ്ട്. ഞാൻ ഫീൽഡിൽ, എനിക്ക് വേറെ അപ്പുറം ജോലിയില്ല, ഞാൻ അത് മാത്രമാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് വേറെ കുറേ ഇതുകളുണ്ടായിരുന്നു. പക്ഷെ ഞാനപ്പോൾ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മെനക്കെട്ട സമയമൊക്കെ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി എല്ലാവരുടെ പേരും കേരളത്തിൽ ഞാൻ എൻ്റെ അടുത്ത് വന്നവരുടെ പേര് മുഴുവൻ ബുക്കിൽ. സത്യം പറഞ്ഞാൽ ജീവിതം വഴിമുട്ടി. അത് കഴിഞ്ഞ് മുട്ടിയെന്നല്ല, ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ എൻ്റെ കൂട്ടുകാരികൾ, എനിക്ക് എൻ്റെ മോൾക്കും, എനിക്ക് മാത്രമല്ല എൻ്റെ മോൾ ഭക്ഷണം തരേണ്ട ഒരവസ്ഥയിൽ വന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഒന്ന് എന്താ പറയുക, ഒരു ആത്മവിശ്വാസത്തോടു കൂടി എണീറ്റുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ വഴിയില്ല, പക്ഷെ ഈ വഴി അടഞ്ഞു കിടക്കുമ്പോഴും കിടക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒരുപാട് ഡ്രസ്സുകൾ എടുത്ത് കൂട്ടാത്തൊരു ശീലമായതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സുകളില്ല. ഇതൊക്കെ വരുമ്പോഴും ഞാൻ എൻ്റെ മോളോട് മാത്രം ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോ? അമ്മ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കിട്ടൂല. അവള് പറഞ്ഞു, എല്ലാം സരോജിനിയമ്മ ഉണ്ടല്ലോ, സരോജിനിയമ്മ എനിക്ക് ഭക്ഷണം തരുന്നു. പിന്നെ കുറച്ച് ദിവസം അവള് ഈ ഡോർ ടു ഡോർ സെയിൽസുകളായിട്ട് പോയി നോക്കി. പക്ഷെ അതായിട്ടൊന്നും വിജയിച്ചില്ല. അതിന് കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ, അത്രയൊന്നും വിജയിച്ചില്ല. എന്നാലും അവള് പരീക്ഷ നടത്തി. അങ്ങനെ രണ്ടാളും ഞങ്ങൾ എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യത്തിനും മോള്, പട്ടിണിയാണെങ്കിൽ പട്ടിണി, നല്ല ജീവിതം ആകുമ്പോഴും നല്ല ജീവിതം, ചീത്ത ആൾക്കാർ പറയുകയാണെങ്കിൽ
ചില ഇംഗ്ലീഷിലുള്ള ചീത്തകളൊക്കെ ഇപ്പം ഞാനൊരു പേരക്കുട്ടികളോട് ചോദിച്ചിട്ടാണ് അവരാണ് പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞ എയ്ഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമുക്കൊരു വരുമാനം ഉണ്ടായിരുന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇതിൽ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ആശാ വർക്കർ സമരം ചെയ്യുന്ന പോലെ 99-ലാണ് ഞാൻ അതിൽ ഫീൽഡിൽ വർക്കിന് നിൽക്കുമ്പോൾ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 600 രൂപയായിരുന്നു. 600 രൂപ ഒന്നിനും തികയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ പലതരം കാരണങ്ങളെ കൊണ്ടും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു. ചില്ലാനിൽ എന്ന് പറയും. ചില്ലാനിൽ റോജ, ഇന്ന് കളക്ടറായിട്ടിരിക്കുന്ന സുഭാഷ് എന്ന് അദ്ദേഹം കുറെ കാലം. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? തൃശ്ശൂർ ഞാൻ അപ്പോൾ കോഴിക്കോടാണ്. ബുക്കൊക്കെ എഴുതിയതിനു ശേഷം കോഴിക്കോടും തിരുവനന്തപുരം മാറി മാറിയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരം ആണെങ്കിൽ മൈത്രേൻ്റെ വീട്ടിൽ. മൈത്രേൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാത്തൊരു വീടാണ്. കാരണം അവിടെ ഞങ്ങൾ കുറേ ഗസ്റ്റുകൾ ഉണ്ടാവും. TN ജോയിനെയൊക്കെ പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ കുറേ ഗസ്റ്റുകളുണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് വിളമ്പുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഓരോരുത്തർ കാശുള്ള പോലെ വാങ്ങി കഴിക്കും. കൂട്ടത്തിൽ ആരെങ്കിലും എനിക്കൊക്കെ തരും. അങ്ങനെ എൻ്റെ ജയശ്രീയുടെ അമ്മ പോലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കാശില്ല എന്നറിയുന്നതുകൊണ്ട്. അങ്ങനെ എന്താ പറയുക, ഞാൻ ആ ഒരു രീതിയിലും ജീവിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സെക്സ് വർക്കറെ ഈ എയ്ഡ്സിൻ്റെ ക്യാമ്പയിൻ എടുക്കാനുള്ള കാരണം? എനിക്കൊന്ന് വളരെ ബോൾഡായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് കോണ്ടം യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണോ അതോ മറ്റുള്ള? അല്ല, ആദ്യം തുടക്കകാലത്ത് ഞാൻ അതിലുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും മൈത്രേനൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ്. തുടക്കകാലത്ത് 96-ലോ 97-ലോ എയ്ഡ്സ് പടർന്നു പിടിക്കുകയും വളരെ ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ മേഖലയ്ക്കാണ് അത് കൊടുത്തത്. അപ്പോൾ ആരോഗ്യ മേഖല ഏറ്റെടുത്തപ്പോൾ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടായിട്ട് നിന്നത് കോണ്ടമാണ്. അപ്പോൾ കോണ്ടം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ആണുങ്ങൾക്ക് അത് ഡെമോ കാണിക്കേണ്ടി വരും. ആണുങ്ങൾക്ക് ഡെമോ കാണിക്കാൻ പറഞ്ഞാൽ ഡെമോ എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ അതിൽ ഡെമോ കാണിക്കേണ്ടി വരും. കുറച്ച് ആണുങ്ങൾ ഇരുത്തിയിട്ടായിരിക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല. അപ്പൊ പിന്നെ പോൾസനും മൈത്രായനും പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ, അതിൽ മേലെത്തട്ടിലുള്ളവർ മാത്രം, സെക്സ് വർക്കർ ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു. അവർ ഏറ്റെടുത്തപ്പോൾ അവരും പറഞ്ഞു ഇത് എളുപ്പമുള്ള പണിയല്ല. കാരണം ഈ ചെയ്യാന്ന് തീരുമാനിക്കുന്നവരല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാൻ വേറൊരാളെയാണല്ലോ അവരിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര മോശമായിട്ടുള്ള പണി ആയിട്ട് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു അല്ല, പെണ്ണുങ്ങൾ ചെയ്യേണ്ട ആണുങ്ങൾക്ക് ഡെമോ ചെയ്താൽ മതി. ആണുങ്ങൾക്ക് വേണ്ടത്ര ശമ്പളം കൊടുക്കാണ്ടായിരുന്നില്ല. അപ്പൊ അവര് തീരെ പണിയില്ലാത്ത കുറച്ച് ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അത് വന്നു. അപ്പോഴാണ് ലോകം മൊത്തത്തിൽ തീരുമാനിച്ചതാണ് ഈ മേഖല ചെയ്യാൻ പറ്റിയത് ലൈംഗിക തൊഴിലാളി എന്നാണ് കേരളത്തിൽ ഞങ്ങൾ പറയുന്നത്. ലൈംഗിക തൊഴിലാളികൾക്കാണ്. അവർക്കാവുമ്പോൾ ഇത് പറയാൻ മടി ഉണ്ടാവില്ല. അപ്പൊ അവര് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ലൈംഗിക തൊഴിലാളികൾ സംഘടിക്കുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായത്. അതിനു മുമ്പൊക്കെ പോൾസനോ മൈത്രേനോ ഒക്കെ പല കാര്യങ്ങൾ അവരെ പോലീസ് കേസ്, അവരെ മറ്റുള്ള അടിപിടി കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത് അപ്പോഴാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് HIV ബോധവൽക്കരണം, ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും, ഒപ്പം ആധികാരികമായിട്ട് പറയേണ്ട ആൾക്കാർക്ക് പറയാൻ, മുന്നോട്ട് വരാൻ പ്രത്യേകം ഒരാരും തെരഞ്ഞെടുത്തതല്ല അത്. അപ്പം എനിക്ക് മുമ്പ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സാധാരണ ചർച്ച ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഉപദ്രവം, ഗുണ്ടകളുടെ ഉപദ്രവം, അല്ലെങ്കിൽ മറ്റുള്ള കടക്കാർ ആ ഏരിയയിൽ നിൽക്കാൻ വിടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കഷ്ടം ദുരിതങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മീറ്റിങ്ങിൽ ഞാൻ കയറിയിരുന്നപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ടിൽ നിന്ന് പറയും, രണ്ടാമത്തെ റൗണ്ടിൽ കൂടെ പിന്നെ ഇത് വരും, മൂന്നാമത്തെ റൗണ്ടിൽ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ വന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, നമുക്ക് പരിഹാരം കാണണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് പോൾസൺ ടാപ്പയിൽ ചോദിച്ചു, പരിഹാരം അറിയുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് സ്വതസിദ്ധമായൊരു കളിയാക്കലുണ്ട്. പരിഹാരം അറിയാത്തോണ്ടാണോ എന്ന് വെച്ചിരിക്കുന്നത്. പരിഹാരമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കുറ്റക്കാരല്ല എന്ന് നമ്മൾ പറയണം. അതെല്ലാവർക്കും വലിയ പ്രശ്നമായി. സെക്സ് വർക്കറിന് ആദ്യം പ്രശ്നമായത്. കാരണം കുറ്റക്കാരല്ല എന്ന് എങ്ങനെ പറയും? നമ്മൾ ചെയ്യുന്ന കുറ്റമാണ്. ഈ ബോധമാണ് സെക്സ് വർക്കറുടെ ഉള്ളിലുള്ളത്. കുറ്റക്കാരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാവർക്കും ഇപ്പോഴും ഉണ്ടാവും. അതായത് സമൂഹം അംഗീകരിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് കാണുന്നത്.
അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി, അങ്ങനെ പരപുരുഷ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ മോശം, അത് സ്ത്രീക്ക് മാത്രം മോശം എന്നുള്ളത് എടുത്തു കാണുന്നുണ്ട് അവർ. അപ്പം ഞാൻ പറഞ്ഞല്ല, നമ്മുടെ കുറ്റമല്ല. നമ്മൾ കുറ്റവാളിയാണെങ്കിൽ ആ കുറ്റവാളിക്കൊപ്പം ഒപ്പം തെറ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ കാണണ്ടേ. തെറ്റാണെങ്കിൽ തെറ്റുകാരൻ ഉണ്ടാവണം, അല്ലേ? കാര്യം മാത്രമായിട്ടൊരു കാര്യമില്ല, കാരണം ഉണ്ടാവണം. അപ്പം അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോഴാണ് ആ ചർച്ചയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യമൊക്കെ ഭയങ്കര ഒരു 10-25 ആളുണ്ട്, ഭയങ്കര ബഹളമായിരുന്നു. അതിൽ നിന്ന് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് പ്രത്യേക ഒരു സൊല്യൂഷൻ ലളിത എന്ന് പറഞ്ഞിട്ട് ശ്രീ ഉണ്ടായിരുന്നു, അവർ വെച്ചു. അവരാണ് ഇപ്പോൾ ഭയങ്കര അധികാരിയായിട്ട് വർക്ക് ചെയ്യുന്ന. അവർ പറഞ്ഞു, അങ്ങനെയാകുമ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ഫൈൻ അടച്ചു വരാൻ പറ്റും. അഡ്വക്കേറ്റിനെ കാണണം എന്നായി. ശരി, അഡ്വക്കേറ്റിനെ കാണാം. അപ്പോൾ അഡ്വക്കേറ്റിനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത അഡ്വക്കേറ്റിനെ കണ്ടപ്പോൾ ഏറ്റവും ഭയങ്കര വലുതായിട്ട് പോയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അഡ്വക്കേറ്റിന് കാശ് കൊടുക്കും. അഡ്വക്കേറ്റ് ഒരു കുറ്റവാളിയല്ല എന്ന് പറയും. ആ അഡ്വക്കേറ്റ് കാശും മേടിച്ചിട്ട് ഇപ്പോൾ അവരെ ശിക്ഷിച്ചിട്ട് ജയിലിലേക്ക് വിടും. രണ്ടാം ഘട്ടത്തിലേക്ക് എനിക്ക് ഇതായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണും. നിങ്ങളെന്ന് പറയാൻ കാരണം ഞാൻ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചു വരുന്ന ഒരാളായതുകൊണ്ട് എന്നെ പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണുന്നു, കുറ്റം ചെയ്തില്ല എന്ന് പറയണു, പിന്നെ നിങ്ങൾ ജയിലിലാണ് ഇടുന്നത്. അത് സൊല്യൂഷൻ അല്ല, കേസ് വാദിക്കലാണല്ലോ സൊല്യൂഷൻ. പിന്നെ അത്തരം ചിന്തകളും ചർച്ചകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സംഘടന എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് പോകാൻ ആരംഭിച്ചു. പക്ഷെ ആ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കൂലി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനും എതിർക്കുന്ന ആളാണ്, എന്തിനും ഇന്ന വഴി പോകണമെന്ന് വാശി പിടിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളെ സ്വൈര്യ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് അവർക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്താ പറയുക, സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് നിന്നു. ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങിപ്പോന്നു. കാരണം ഭൂരിപക്ഷം നമ്മൾ ശരിയല്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ശരിയാണെങ്കിൽ പോലും അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ നിർബന്ധിക്കേണ്ട കാര്യമില്ല, മനസ്സിലാവും, അവർ മാറിക്കോളും വിചാരിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്തിൻ്റെ മാറ്റം ആ ഒരു തുടക്കത്തിൽ നിന്നാണ്. അപ്പം തന്നെ ഞങ്ങളോടൊപ്പം കൈകോർത്ത് വളരെ സെറ്റായി നിന്ന് ജയശ്രീയും മൈത്രേയനും രേഷ്മ ഭരദ്വജും അങ്ങനെ നോൺ സെക്സ് വർക്കറായ ഒരുപാട് ആൾക്കാർ ഞങ്ങളോടൊപ്പം നിന്നുണ്ട്. അതിൽ ഡിറ്റോ തോമസ് ഒക്കെ എടുത്തു പറയേണ്ട ആളാണ്. അതൊരു ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനും അതിനെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ അതങ്ങനെ ഉണ്ടോ? നിലവിൽ അന്നുണ്ടാക്കിയ സംഘടന ആദ്യം ഉണ്ടാക്കി ജ്വാലാമുഖി എന്നായിരുന്നതിൻ്റെ പേര്. അത് പലതരം കാരണങ്ങളെ കൊണ്ട് പൊളിഞ്ഞു പോയി. രണ്ടാമത് ഫേം ജ്വാല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊന്ന് ആക്റ്റീവായി വന്നു. അതിലും ഒരുപാട് ആൾക്കാർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ മാത്രം പ്രവർത്തിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാമ്പത്തിക സപ്പോർട്ടിന് ആളുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് രണ്ടാമതും പൊളിഞ്ഞു പോയി. ഇപ്പം CBO എന്നൊന്ന് ഫോം ചെയ്തിട്ടുണ്ട്. അത് HIV പ്രൂഷൻ്റെ, അത് HIV പ്രൂഷൻ എന്ന് പറഞ്ഞാൽ സുരക്ഷാ പ്രോജക്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. അപ്പോൾ CBO വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നാഷണൽ സെക്സ് വർക്കർ ഫോറം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടാകെ ഒന്ന് ചെയ്യുന്നുണ്ട്. അതിലും കേരളം ഭാഗമാണ്. പക്ഷെ ഞാൻ ആധികാരികമായിട്ടുള്ള അതിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് തൽക്കാലം മാറി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിന് ഞാൻ വരണമെന്നോ സംസാരിക്കണമെന്നോ വേറെ തരം സപ്പോർട്ട് വേണമെന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കാശില്ലെങ്കിൽ എൻ്റെ എഴുത്തുകാരായ അല്ലെങ്കിൽ അത്തരം സുഹൃത്തുക്കൾ വഴി ഒക്കെ ചെയ്തു കൊടുക്കുന്നു. മുമ്പ് ഈ വാശിയെ പറ്റിയും ഒക്കെ എന്നോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് നെല്ലിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു അല്ലേ? നെല്ലിപ്പറമ്പിൽ ഞാൻ പറയുന്നത് എല്ലാ ഏരിയയിലും ഈ വാശി ചെറുപ്പം തൊട്ടേ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചെടുത്ത് ഒരു 9 വയസ്സുള്ള സമയത്ത് നദിക്ക് കുറുകെ ബണ്ട് കെട്ടുന്ന സമയത്ത് പോലും ശബ്ദിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതെ, അത് വീട്ടിലെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അച്ഛൻ ഈ തൊട്ടടുത്ത് ദളിത് ഫാമിലിയാണ് അന്നത്തെ. അപ്പോൾ ആ ഭാഗത്തൊന്നും ആരും പോവില്ല, ഞങ്ങളുടെ ആൾക്കാർ പോവില്ല. ഇപ്പുറത്ത് ക്രിസ്ത്യാനികളാണ്. അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ചില ജാതിയുടെയും ഇതിൻ്റെയൊക്കെ വ്യവസ്ഥയുണ്ടായിരുന്നു. അച്ഛൻ പട്ടാളക്കാരനാണ്, രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊന്നും അങ്ങനത്തെ ഒരാളാണ്. അപ്പം അച്ഛൻ ഏത് കാര്യത്തിലും ഒരു കാര്യം അച്ഛന് ബോധ്യപ്പെട്ടാൽ അത് അച്ഛൻ ഉറച്ചു പറയും. ഒരു ജനസിൻ്റെ വീട്ടിൽ പോകണോണ്ട് കുഴപ്പമില്ല, അവരെ മുറ്റത്തിരിക്കണോണ്ട് കുഴപ്പമില്ല.
പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കരിജൻസ് വന്ന അച്ഛൻ മുറ്റത്ത് വെച്ചാണ് ഭക്ഷണം കൊടുക്കുക, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അച്ഛൻ്റെ ശബ്ദം എപ്പോഴും ഒരു ഉറച്ചതായിരിക്കും, അച്ഛൻ മനസ്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും അച്ഛൻ്റെ ശബ്ദം, അത് ഉറച്ച ശബ്ദം വേണമെന്ന് തോന്നിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കിയ. ചില സ്ഥലങ്ങളിൽ അച്ഛന്റെ ശബ്ദം അച്ഛനെ കേൾക്കുമ്പോൾ ആൾക്കാരെ പേടി. പണ്ട് കാലത്ത് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഒരു വെല്ലുമ്മയുടെ കേസ് പറയുന്നുണ്ടല്ലോ, ആ കാര്യത്തിൽ അച്ഛന്റെ ശബ്ദം ഉയർന്നതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതേ ഞാൻ പറഞ്ഞ അച്ഛൻ ഡബിൾ മീനിങ് ആയിരുന്നു. അതായത് വല്യമ്മേനെ പഴയ കാലത്ത് ഒരു തീയ ആചാരപ്രകാരം, തീയര് അല്ലെങ്കിൽ ഇഴവര ആചാരപ്രകാരം ചേട്ടൻ കല്യാണം കഴിച്ചാൽ അനുജനും കൂടി അവരെ ഭർത്താവ് ആവാന്നൊരു ശീലം ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരു വയസ്സായ 2 പേരുണ്ട്, മരിച്ചിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ ഞാനറിയാതെ പതിഞ്ഞു പോയൊരു കാര്യമായിരുന്നു. നഷ്ടപ്പെടാനുണ്ടാവും, കിട്ടാനും ഉണ്ടാവും. 2 സമയത്തും നമ്മൾക്ക് ഒരേ ബലത്തോടെ നിൽക്കാൻ പറ്റണം. ഞാൻ എന്നൊരു ബലം. എൻ്റെ ബുക്കിന് പോലും ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഞാൻ എന്ന് പറയുമ്പോൾ അഹങ്കാരമാണെന്ന് പറയും. അത് അഹങ്കാരമാണെങ്കിൽ ആ അഹങ്കാരം എൻ്റെ ഐഡന്റിറ്റിയാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞത് ഇതേ വാശി തന്നെയാണ്. എനിക്കൊന്ന് കുറേ നാൾ മണ്ണ് ചുമക്കാനുള്ള ഒരു ജോലിക്ക് പോയിരുന്നു അല്ലേ? അത് മണ്ണ്, അത് എത്ര വയസ്സിലാണ്? ഞാൻ ആദ്യം 9 വയസ്സുള്ളപ്പോഴാണ് ഈ ഓട്ട് കമ്പനിയിൽ ഓട്ടുമുറി വെറുക്കാൻ പോവാന്ന് പറയും. അതാണ് ആ പ്രായത്തിൽ കിട്ടുന്നത്. അവിടെ കൂലി പോരാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മണ്ണ് പണിക്ക് പോയത്. ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന്, അത്യാവശ്യം അന്നത്തെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഈ ജോലിക്ക് പോകുമ്പോൾ, അതും വളരെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ആൾക്കാർ അതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ആൾക്കാർ ഒരു വലിയ കുടുംബത്തിലുള്ളതാ നീ പണിക്ക് പോകരുതെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അതിനോട് കുറച്ചുകൂടെ ഒരാദരവ് തോന്നിയാണ്. അവർ പറഞ്ഞത് നീ ഉയർന്ന ജാതിയിലുള്ളതാണ്. ജാതി, അതായത് അന്ന് പോയിരുന്നത് മറ്റേ ഹരിജൻസും മറ്റേ ഹരിജൻസിന്ന് ക്രിസ്ത്യാനിയായി മതം മാറിയോരും ആ പണിക്ക് പോയിരുന്നു. പക്ഷെ ഞാൻ ഉന്നത കുലജാതിയാന്ന് അവർ പറഞ്ഞിട്ട് ആ പണിക്ക് പോകാൻ പാടില്ലാണ്. അപ്പൊ എൻ്റെ ഒരു തിരിച്ചറിവ് എന്താണെന്നറിയോ? വിശപ്പായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല. അമ്മ ഭയങ്കര നിശബ്ദയായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അമ്മ പണിയെടുത്തുകൊണ്ട് വരിക, ആ കാശ് എങ്ങനെ ചെലവഴിക്കണം എന്ന് അച്ഛൻ പറയാം. അപ്പൊ നമ്മുടെ ശബ്ദത്തിന് നല്ല ബലമുണ്ട്. അത് നമ്മൾ ഉള്ളിൽ നിന്ന് തീരുമാനിക്കണം. ആ ശബ്ദം നമ്മൾ തീരുമാനിച്ചെടുക്കണമായിരിക്കണം. വേറെ ആൾ പറയാം നീ ഇങ്ങനെ ചെയ്തു എന്ന് പറയണേക്കാളും നമ്മൾ തീരുമാനിക്കണം. ഇതൊക്കെ ഈ കാഴ്ചകളിൽ കൂടെ, അനുഭവങ്ങളിൽ കൂടെ എൻ്റെ ഉള്ളിലുണ്ടായതാണ്. ചേട്ടൻ അച്ഛനെ എതിർക്കില്ല, പക്ഷെ അമ്മയുടെ പിന്നെയും നിന്നിട്ട് ചേട്ടന് പറയാനുള്ളതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട്, അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് അമ്മ തല്ലുള്ളൂ. അച്ഛൻ അമ്മേനെ തല്ലിയായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചത് ഇതെന്തിനാ അങ്ങനെ പറയണേ? ചേട്ടനല്ല ആവശ്യം, ചേട്ടന് ബുക്ക് വേണമെന്ന്, പെൻസിൽ വേണമെന്ന്, ചേട്ടൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പറയണ അമ്മയോടാണ്. അമ്മയുടെ വരുമാനം അച്ഛൻ ചെലവഴിക്കുക, അതിൽ ചേട്ടൻ്റെ ആവശ്യം പറയാൻ പേടിക്കുക. അപ്പം ഈ 3 പേർക്ക് അപ്പുറം എന്താണ് ഞാനാവേണ്ടത്? അത് ഞാനറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരു അസ്തിത്വത്തെ അന്വേഷിക്കൽ തൊട്ടേ ഉണ്ട്. ഒരു ബണ്ടിന്റെ സമയത്ത് ഒരു കൂലി കൂടുതൽ ചോദിച്ചു. ഭയങ്കര രസം എന്ന് വെച്ചാല് അവിടെ പോയപ്പോ അവര് 1,400 രൂപയാണ് ഞങ്ങൾക്ക്. നമുക്ക് 1,400 രൂപ പറഞ്ഞാൽ വലിയ ശമ്പളമാണ്. 1,400 രൂപ ശമ്പളം. അപ്പൊ ഞങ്ങള് തലേ വർഷവും 1,400 അപ്പൊ ഈ വർഷമായപ്പോൾ 1,400. പക്ഷെ ഞാൻ കടയിലെ അരിക്ക് പോകുമ്പോൾ അരിക്ക് വില കൂടിയിട്ടുണ്ട്. എൻ്റെ കാഴ്ച അതായിരുന്നു. അപ്പൊ ഈ 1,400 രൂപ പോലെ ഈ 1,400 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറയാനൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയകാല സുഹൃത്തായിരുന്നു ഈ ബണ്ട് കെട്ടുന്ന ആള്. അച്ഛൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. അച്ഛൻ അയാളെ പറ്റി എന്നെ പേടിപ്പിക്കുന്ന ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അയാള് ഒരു മമ്മട്ടി കൈക്ക് അടിച്ചിട്ട് ഒരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ അടുത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു അയാൾ ഇത്ര വലിയ ആളാണെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കുമല്ലോ, ജോ മഞ്ചറി പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എത്ര വയസ്സായ ആൾക്കാർ, ഈ അമ്മാവെന്നൊന്നല്ല, ചേട്ടാന്ന് വിളിക്കല്ലോ, അവനപ്പെട്ട ഞങ്ങൾക്ക് കൂലി കൂടുതൽ വേണം. ആരെ ഞങ്ങള് ഈ പണിയെടുക്കണവര്. എനിക്ക് ഞങ്ങളൊന്നും ഇല്ല, പക്ഷെ പറഞ്ഞപ്പോ അങ്ങനെയായിപ്പോ ഇല്ല തന്നെ തരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടേ നാളെ തൊട്ട് പറഞ്ഞേച്ച് ഞാൻ പണിക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് 5-6 ആളുണ്ട്. അതില് കരിജൻസും ഞങ്ങള് ഈ പാർവതി ചേച്ചി എന്ന് പറഞ്ഞത് തീയത്തിയാണ്, പക്ഷെ അവർക്ക് ഭർത്താവൊന്നുമില്ല.
വേറെ ചില കാമുകന്മാരിൽ നിന്ന് ഗർഭം ധരിച്ചൊരു സ്ത്രീ. അതുകൊണ്ട് അവരും രണ്ടാം തരം തന്നെയാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഈ പണിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു പോയി. ഞാൻ വീട്ടിലിരുന്നു, പിറ്റേ ദിവസം വീട്ടിലിരുന്നപ്പോൾ വീട്ടിൽ പട്ടിണിയായി. 3-ാം ദിവസം എവിടെയെങ്കിലും വല്ല പണി കിട്ടുമെന്ന് ഇവരോടെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഇവരാരും പണിക്ക് വിളിയെന്ന് പറയുന്നത്. അപ്പം ഇവരെ ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പറഞ്ഞ എന്താണെന്നറിയാം, നീയല്ലേ പറഞ്ഞ എന്നല്ല കൂലി കൂട്ടിയില്ലെങ്കിൽ പണി തരില്ല എന്ന്. അപ്പൊ ഞങ്ങളും പോയില്ല. അവർക്ക് യാതൊരു നിലപാടും ഇല്ല. ഞാൻ പറഞ്ഞവർ കേട്ടു. അത് വളരെ ചെറിയൊരു കൊച്ച്. അതെ, അത് അന്നെന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കണ ഒരു തമ്മിൽ ഈ കൊച്ചു വലുതെന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര ശക്തിയായിട്ട് പണിയെടുക്കുന്നതാണ്. കാരണം ഈ 36 വയസ്സുകാരി എടുക്കുന്ന ചുമട് ഞാൻ എടുക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു തുല്യതയുണ്ട്. ഇന്നാണ് എന്തിനും ഏതിനും അളവ് പോലും വെച്ചിട്ടുള്ളത്. ഞങ്ങളൊരു പണിക്കാര്, എല്ലാം പണിക്കാര്. അപ്പൊ ഒരു പണിക്കാരി, അത് പ്രത്യേകിച്ച് പട്ടാളക്കാരിയുടെ മോള്. അപ്പൊ അതിന് എനിക്ക് ബലം കൂടുതലാണ് അവിടെ. അപ്പൊ അത് പിറ്റേ ദിവസം അയാൾ വന്ന് വിളിച്ചു. പിന്നീട് അയാൾ എന്നെ വിളിക്കുന്നത് സമരക്കാരി എന്നാണ്. പൈസ കൂട്ടി തന്നു 1.5 രൂപ എന്നെ തന്നു. അല്ല എന്താ വെച്ചാൽ അതെന്ന് പറഞ്ഞാല് ചിറത്ത ദിവസത്തിനകത്ത് കെട്ടുന്നുണ്ട്. അപ്പൊ പുഞ്ചകൃഷി ചെയ്യണമെങ്കിൽ ആ ചിറ വേണം. ആ ചിറയെന്ന് വെള്ളം തിരിച്ചു വിട്ട് വേണം പുഞ്ചകൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃഷിക്കാർ ഇയാളെ വെച്ചേക്കൂല. കൃഷിക്കാർ ഇയാൾക്ക് നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഒരു പറ്റിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കാലം പോകണ ഇതൊക്കെ മനസ്സിലായതെന്ന് മാത്രം. ഈ ചേട്ടനുമായിട്ട് അന്ന് ഭയങ്കര സ്നേഹത്തിലായിരുന്നു പണ്ട്. ചേട്ടനായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ചേട്ടൻ വളരെ ബഹുമാനിക്കേണ്ട ഒരാളാണെന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ചേട്ടനോട് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ കാലം പോകെ അച്ഛനെ പോലെ തന്നെ യാതൊരു ഉത്തരവാദിത്തമില്ലാണ്ട് നിരുത്തരവാദപരമായിട്ട് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതുകൊണ്ട് ചേട്ടനെ എതിർത്തിട്ടുണ്ടെന്നൊന്നല്ല. ചേട്ടൻ പറയുമ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് പോകും. ചേട്ടനോട് എനിക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ടും ഞങ്ങൾക്കൊരു താങ്ങായിട്ട് നിൽക്കേണ്ട ആളാന്നൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ അമ്മേനും അങ്ങനെ തന്നെയാണ്. അമ്മ ഈ പണിയൊക്കെ വേണ്ടാന്ന് വെച്ച് പോകുന്നത് 34 വയസ്സിലാണ്. അല്ലാണ്ട് വലിയ വയസ്സായിട്ടല്ല. അമ്മ അതിന് പറഞ്ഞത് പരിചയമില്ല എന്നാണ്. എനിക്ക് നൂൽമില്ലിലെ പണി പരിചയമുള്ളൂ, വേറെ പണിയില്ല. അച്ഛനും പറഞ്ഞത് അത് തന്നെയാണ്, ഞാൻ പട്ടാളക്കാരനാണ്. പിന്നീട് മനസ്സിലായത് പട്ടാളക്കാരൻ കക്കൂസിക്ക് കുഴിയെടുക്കേണ്ട ആളും കൂടിയാണെന്നുള്ളത്. പിന്നെ അന്ന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ ഇവരൊക്കെ പറയണേ ഞങ്ങൾക്ക് ഇത്തരം പണികൾ പരിചയമില്ല. ഇവരെ 3 പേര് അതിൽ നിന്ന് ഒഴിവായി. അപ്പം 4ാമത് ഞാൻ പോകേണ്ടി വന്നു. അത് എനിക്ക് പിന്നീട് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിയുമ്പോഴൊക്കെ ഒരു 9 വർഷം ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് ഉള്ളിൽ കിടന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു വാശിയാണ് എനിക്ക് വീട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല. അതായത് ഈ ചേട്ടൻ്റെ ഒരു കല്യാണമാണ് നമുക്ക് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായത്. അതും ഒരു പ്രശ്നമായി. അത് പിന്നെ കല്യാണം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യാതൊരു എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ അടിച്ചു. അപ്പം എൻ്റെ വിചാരം അമ്മയും ചേട്ടനൊക്കെ സപ്പോർട്ട് നിന്നിട്ട് അച്ഛനോട് ചോദിക്കും. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരാൾ പിന്തുണയുണ്ടായി ചോദിക്കും, അങ്ങനെയൊക്കെയാണല്ലോ ജീവിതം എന്നുള്ളതാണ്. ഇവര് തല്ല് കിട്ടിയത് എനിക്കാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലിരുന്നു. അച്ഛൻ തല്ലിയത് എന്താ പ്രശ്നം എന്നുള്ള തല്ലെന്ന് പറഞ്ഞാൽ സാധാരണ തല്ലല്ല. ആ കമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 അടി നീളം ഉണ്ടാവും, ഒരു 2 ഇഞ്ച് ചുറ്റളവ് ഉണ്ടാവും. അത്രയും വലിയ കമ്പൗണ്ടാണ് എന്നെ പുറത്തടിച്ചു. ഈ ചേട്ടന്റെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട്. അതായത് അത് അന്ന് കുറുക്കഞ്ചേരി അമ്പലം എന്ന് പറയും, ശ്രീനാരായണ ഗുരുവിന്റെ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വേണം. അപ്പോൾ വല്യച്ഛൻ്റെ മക്കളൊക്കെ നിന്നിട്ട് കല്യാണം നടത്തിയ. അവരെ മക്കളെയും അവരെ ഭാര്യമാരെയും ഒന്നും കൊണ്ടുവന്നില്ല. ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയി. ചേച്ചിയുടെ അനിയത്തിമാരുണ്ടായിരുന്നു, അവരെയും കൊണ്ടുവന്നില്ല. ഇതൊക്കെ എന്നെ കരുവാക്കിയതാണെന്ന് കാലങ്ങൾ പോകുകയാണ് എനിക്ക് മനസ്സിലാവണം. എന്നെ ഇവരൊക്കെ ഓരോ സ്ഥലത്തും പിടിച്ചിടുകയായിരുന്നു. ഞാൻ കൂലിപ്പണിക്ക് പോയി അവർക്ക് ഭക്ഷണം കഴിക്കണോണ്ട് നാണക്കേടില്ല. ഞാനൊരു ഹരിജൻസിനോട് സംസാരിച്ചു എന്നിട്ട് ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. അതേപോലെ പല കാര്യങ്ങളിലും അച്ഛനും അതേപോലെ തന്നെ ഹരിജൻസായ ഒരാളാണ് മണ്ണ് നിറച്ച് എൻ്റെ തലയിൽ വെച്ചിരുന്നത്. അപ്പൊ ആളോട് ഞാൻ സംസാരിക്കുന്നത് തെറ്റാണ്. തൊട്ടടുത്ത് നിന്ന് മണ്ണ് തെറിച്ച് വരുമ്പോ അയാളെ കയ്യും കാലൊക്കെ എൻ്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. അപ്പൊ പ്രശ്നമില്ല. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് എനിക്ക് ഉണ്ടാക്കുന്നത്, അതായത് ഇവര് ശരിയല്ല, ഇതല്ല ലോകം എന്നുള്ളൊരു ശരിയുടെ ഒപ്പം പോണം. എഴുത്തുകാരിയായിരിക്കുമ്പോഴും സിനിമാക്കാരി എന്ന് പറയുമ്പോൾ എനിക്ക് സിനിമയിൽ നല്ലൊരു ഇതുണ്ട്, വളരെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്.
ഞാൻ പറയണ എനിക്ക് അവാർഡ് കിട്ടിയത് മാത്രമല്ല, സിനിമയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ സംവിധായകനാണ് അതിൻ്റെ പ്രധാന ആള്. എന്നെ വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി കാണുന്ന ഒരാളാണ്. ഭാരതപ്പുഴ, ഭാരതപ്പുഴ, പുഴയല്ല പുഴ, ഭാരതപ്പുഴ അങ്ങനെയാണ്. അങ്ങനെയാണ്. അത് ചെറിയ സ്പെല്ലിങ് മാറ്റി എഴുതിയത് ഭാരതം, അത് പുഴ, അത് കൂട്ടിച്ചേർക്കാത്ത ഒരു മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അതിൽ ഞാൻ വസ്ത്രാലങ്കാരം എടുക്കുമ്പോൾ വസ്ത്രാലങ്കാരത്തിനെ പറ്റി എനിക്കൊരു ബോധവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ആൾക്കാർ അതിലെ കഥാപാത്രം ഒരു ലൈംഗിക തൊഴിലാളിയാണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ഉള്ള ഒരു ലൈംഗിക തൊഴിലാളിയാണ്. അപ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് അവൾക്ക് വസ്ത്രങ്ങൾ എടുത്തത്. അവൾക്കാണ് പ്രധാനമായിട്ട് എടുത്തത്. ബാക്കിയുള്ള കുറച്ച് സ്ത്രീകൾക്കൊക്കെ ഞാൻ അവരെങ്ങനെയോ അങ്ങനെ നാച്ചുറലായിട്ട് അവരുടെ ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറയുക ചെയ്ത. അങ്ങനെയാണ് ആ വസ്ത്രാലങ്കാരം. അത് സിനിമയിൽ അങ്ങനെയല്ല, എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന വേറെ രീതിയാണ്. പക്ഷെ ഞാൻ പണിയെടുക്കുന്ന സിനിമേനെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. മനസ്സിലായി. ഇപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രീജിത്ത് രവി ഉണ്ട്, ഇർഷാദ് ഉണ്ട്, മണികണ്ഠനുണ്ട്. മണികണ്ഠന് മാത്രം പള്ളിയിൽ അച്ഛനായതുകൊണ്ട് വേറെ വേഷം കൊടുത്തു. അപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സായിട്ട് വരും, നിങ്ങളുടെ രീതിയായിട്ട് വരും. നിങ്ങളൊരു കള്ളു കുടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റാൾ ശ്രീജിത്ത് രവി ഡോക്ടറാകുമ്പോൾ ഒരു ഡോക്ടറുടെ ഡ്രസ്സിനെ പറ്റി നിങ്ങൾക്കൊരു സങ്കല്പമല്ലേ, ഒക്കെ അവരാരെ കൊണ്ട് ചെയ്യിച്ച ഒരു ലോ ബഡ്ജറ്റ് പടായതോടും കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ആ തീരുമാനം വളരെ നന്നായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണല്ലോ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഓരോ കാഴ്ചകളും ഓരോ സമയങ്ങളിലും എൻ്റേതായ ഒരു വിലയിരുത്തൽ കൂടിയാണ് പോയിട്ടുള്ളത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സംവിധായകൻ അതിനെ എതിര് നിന്നില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ലായിരുന്നു. ഈ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോഴേ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത്, അച്ഛൻ അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോരുമ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ അയാൾ ശരിക്കും പ്രണയം പറഞ്ഞിട്ട് പോലും ഇല്ലെങ്കിൽ കൂടെ അയാൾ സംരക്ഷിക്കും. പ്രണയം പറഞ്ഞിരുന്നോ? പ്രണയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളൊരു നട്ടലുള്ള ആളാണെന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ അയാളെ പ്രതീക്ഷിച്ച് അറിയിച്ചിട്ടില്ലേ സുബ്രഹ്മണ്യൻ. അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവന്റെ അച്ഛനും പട്ടാളക്കാരനാണ്, എൻ്റെ അച്ഛനും പട്ടാളക്കാരനാണ്, രണ്ടുപേരെ പേരും രാഘവൻ എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അച്ഛനെ പറഞ്ഞുവിടാന്ന് പറഞ്ഞു വീട്ടിലേക്ക്. അപ്പൊ എനിക്കറിയായിരുന്നു എൻ്റെ അച്ഛൻ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടില് ഞാൻ കുടുംബം നോക്കുന്ന ഒരാളാണ്. വരുമാനം നിലയ്ക്കും. അല്ലെങ്കിൽ അച്ഛൻ പറയും അവര് ചാരായവാറ്റൊക്കെ ഉള്ള ആൾക്കാരാണ്. സുബ്രഹ്മണ്യൻ്റെ പറയാൾ ചാരായവാറ്റുണ്ട്, അപ്പോൾ ചാരായം കുടിക്കാൻ പാടില്ല, ബീഡി വലിക്കാൻ പാടില്ല, അച്ഛൻ ഇതൊന്നും ചെയ്യില്ല. അപ്പം അച്ഛൻ അങ്ങനെ തീരുമാനം പറയാം. അത് നടക്കില്ല എന്നറിയായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്ന് അറിയുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അയാൾക്ക് പനിയായിട്ട് കിടക്കായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നീട് അയാളെ കണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സുബ്രഹ്മണ്യൻ അത് ഒരു ഉപയോഗിച്ചതാണോ? അത് സുബ്രഹ്മണ്യം വേറെ കല്യാണം കഴിച്ച ആളാണ്. അപ്പം അയാൾ ഇത് കല്യാണം കഴിച്ച ആള് ചാരായം പാറ്റ്, റൗഡി, എല്ലാത്തരം എന്താ പറയാ എല്ലാത്തരം ആണത്വമുള്ള ഒരാളായതുകൊണ്ട് അയാളെ ആരും അത്ര പെട്ടെന്ന് അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ടൊരു ചതിക്കുഴിയായിരുന്നു അത്. നമ്മള് പിന്നെ ആ സമയത്ത് നമ്മുടെ ഒരു ഈഗോ മാറ്റി വെച്ചിരുന്നെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകാവുന്ന ഒരു ഓപ്ഷൻ, ഞാൻ പറയുന്ന ജീവിതം തന്നെ ചിലപ്പോൾ മാറി മറ്റൊരു രീതിയിൽ പോയേനെ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അതൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ പോയപ്പോൾ തന്നെ അയാളെ അതേ തുല്യ പ്രായമുള്ള ഒരു വീട്ടിലാണ് എന്നെ കൊണ്ടുപോയത്. അപ്പം അയാളെ അമ്മ അവനോട് പറഞ്ഞ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇയാളുടെ അമ്മ വന്നിട്ട് എനിക്കൊരു സാരിയൊക്കെ എടുത്ത് വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക്. അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം അച്ഛൻ്റെ അടുത്ത് നിന്ന് വീട്ടിലേക്ക് ഈ ചന്ദ്രനെ അന്വേഷിച്ച് പോകുന്നത് ഈ സുബ്രഹ്മണ്യൻ്റെ കൂടെയാണോ? ആണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു വിടുക ചെയ്യുന്നത്. അയാൾ പുഴയ്ക്ക് അക്കരയുള്ളത്, സുബ്രഹ്മണ്യനാണ് വഞ്ചി തുഴയെ അറിയുന്നത്. അല്ല ഞാൻ പറയുന്നത്, നമ്മള് ആ സമയത്തും ഈ സുബ്രഹ്മണ്യൻ്റെ കൂടെ പോയിട്ടില്ലല്ലോ. പോയിട്ടില്ല. ആ പോകാതിരിക്കുന്ന സമയത്ത്, ആ പോകുന്നതിന് മുമ്പ് ഒരു മൊമെന്റിൽ, അതായത് ചന്ദ്രൻ ഇല്ല എന്ന് അറിയുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും താല്പര്യമില്ല, നമ്മൾ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരാളുടെ കൂടെ പോകുക എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പുറത്തേക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ടാണ്? തിരിച്ചു വീട്ടിലേക്ക് പോകില്ല എന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ എന്താണെന്നറിയാം, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തിമാര്, എൻ്റെ താഴെ ഒരു അനിയൻ ഉണ്ടാവാൻ, ഇതിലാരെങ്കിലും ഒരാള്. ഇപ്പൊ നമ്മള് ഞങ്ങൾ 6 പേരും, 2 ആണും 4 പെണ്ണും. ഇതിലാരെങ്കിലും, ചെറിയ അനിയത്തി മാത്രം 2 വയസ്സുള്ളൂ. ഈ 2 വയസ്സായ കുട്ടിയിലായിരുന്നെങ്കിലും അവളെ ഞാൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് മിഠായിയൊക്കെ വാങ്ങി കൊടുക്കുന്ന ഒരു ടൈമാണ് അന്ന്. മിഠായി അല്ല, കപ്പലണ്ടിയൊക്കെ വാങ്ങി കൊടുക്കുന്ന. അപ്പൊ ആരെങ്കിലും ഒരാള് ചേച്ചി പോവല്ലേ എന്ന് പറയുന്ന ഒരു ശബ്ദം, ആ കുട്ടിക്കൊന്നും അടിയുള്ളെന്ന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല.
അമ്മയ്ക്കും ചേട്ടനും മാത്രമാണ് അടിയുള്ളൂ എന്നുള്ള പേടിയുണ്ട്. അനിയനും പേടിയില്ല അച്ഛനും. അനിയൻ അച്ഛൻ അടിക്കാറില്ല. ഇല്ല, ആരെ ഭാഗത്തും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറയണേ, നമുക്കൊരു പിൻവിളി ഉണ്ടാവുമ്പോഴല്ലേ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുന്നു. പിന്നെ എനിക്കവിടെ ചെയ്യാനുള്ള പണി എന്താ, ഇനിയും ജീവിതകാലം ഞാൻ പണിയെടുക്കുക, അവരെ പോറ്റുക. എന്നാലും നമുക്ക് ഒരു സുബ്രഹ്മണ്യനെ പോലെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കാം, സ്നേഹിക്കാത്ത ആളെ കൂടെ ജീവിക്കാന്ന് വിചാരിച്ചില്ലേ. ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ചന്ദ്രനെ കാണാൻ വരാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ അതുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അത് തകർന്നു പോയി. അയാള് സാരിയൊക്കെ കൊണ്ടുവന്നപ്പോ മനസ്സിലായല്ലോ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ. പിന്നെ സമ്മതിക്കായിരുന്നു. അല്ല, സമ്മതം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല അവിടെ. എനിക്കൊരു വഴിക്ക് പോകാനില്ല, അയാൾക്കൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. കല്യാണം കഴിച്ചെന്ന് അറിയില്ലേ? അയാള് കല്യാണം കഴിച്ചതെന്നറിയാം. അയാള് കല്യാണം കഴിച്ചൊന്നും അയാളെ ഭാര്യ വന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുള്ളതും അയാളെ കൂടെ ഉണ്ടായിരുന്നില്ല. അയാള് വാറ്റുകാരനാണെന്നൊക്കെ നമുക്ക് അറിയാവോ? വാറ്റുകാരനാണെന്ന് അറിയില്ല. അയാള് ഈ പണിയെടുക്കണത് മാത്രമേ അറിയുള്ളൂ. ഈ അയാള് മറ്റേ മണൽ കോരുക എന്ന് പറയും. ഇന്നത്തെ മാതിരിയല്ല, ഇന്നും കുറേയും കൂടി അതിന് നല്ല ഓപ്ഷൻ ഉണ്ട്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്നിടത്ത് 2 ആള് താഴത്തിൽ പോയിട്ട് വേണം അടിയിൽ നിന്ന് മണൽ വാരി കൊണ്ടുവരണം. ഈ ചിറകെട്ടുക എന്ന് പറയില്ല, ചിറകെട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തും തുല്യമായിട്ട് വെള്ളം നിൽക്കും. അതിൽ നിന്നാണ് ഈ മണൽ വരുന്നത്. ഭയങ്കര കഷ്ടമുള്ള ജോലിയാണ്, നല്ല അധ്വാനിയാണ്. നല്ലപോലെ വീട്ടിലേക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അപ്പോൾ അതുകൊണ്ടൊന്നല്ല, ഒന്നുമില്ലാത്തടത്ത് പുതിയത് എന്തെങ്കിലും ചിന്തിക്കാൻ ഒരു സമയം കിട്ടിയില്ല എന്നൊക്കെ പറയില്ലേ. പുതിയൊരു അന്ന് പെട്ടുപോയി തോന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, അന്ന് കാലത്ത് അതൊക്കെ സാധാരണയായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ എൻ്റെ പണിക്ക് വന്നവരും മിക്കവാറും ആൾക്കാർ ആദ്യം അച്ഛനമ്മയും ഒരു കല്യാണം കഴിച്ചു കൊടുക്കും, അവർ വീട്ടിൽ വന്ന് നിൽക്കും, ആങ്ങളമാരൊന്നും നോക്കാണ്ടാകുമ്പോൾ അവർ പുതിയൊരു ഭർത്താവിനെ സ്വീകരിക്കും, അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കും. ഇങ്ങനെ കുറെ ആൾക്കാർ ചുറ്റുപാട് കാലഘട്ടം അങ്ങനെയായിരുന്നു. ആദ്യത്തെ ഒരു കല്യാണം കഴിയുമ്പോൾ അച്ഛൻ്റെ അമ്മേരെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ഇവര് കുറെ കാലം ഉണ്ടല്ലോ അതിന് മുമ്പിൽ. ഒരു 18 വയസ്സിലൊക്കെ ചിലപ്പോൾ ഈ ഭർത്താവ് ഉപേക്ഷിച്ചോ മരിച്ചോ പോയിണ്ടാവും. ഉപേക്ഷിച്ചാലും മരിച്ചാലും ഇവർ ഒറ്റയ്ക്ക് ജീവിക്കണം, ഇവർ പണിയെടുക്കണം, ഇവർ ജീവിക്കണം. അതിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെയും വളർത്തണം. സ്വാഭാവികമായിട്ട് ഈ ഉത്തരവാദിത്തം ഇല്ലാണ്ട് നടക്കുന്ന എൻ്റെ ചേട്ടനെ പോലെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അവരാരെങ്കിലും ഇവരെ ഭർത്താവാന്നും പറഞ്ഞിട്ട് ഇവർ കൂടുക എന്നാ പറയാൻ കൂടെ കൂടിയിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ ഒരു സംഭവമായിട്ട് വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ചിന്തിക്കാനുള്ള ഒരു ബോധം, വേറെ ഒരു ലോകം, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടവും ലോകവും സാഹചര്യങ്ങളും. അതെ, അവിടെ എന്ത് ചിന്തിക്കണം, എവിടേക്ക് പോകണം, പോയാൽ എങ്ങനെ പോകണം, തിരിച്ചാരും നമ്മളെ സ്വീകരിക്കും. ഈ ഇപ്പൊ സുബ്രഹ്മണ്യൻ ഒരു മോശം മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് സ്വഭാവം പതുക്കെ പുറത്തു വന്നു. പതുക്കെ പുറത്തു പോവല്ല, സുബ്രഹ്മണ്യന്റെ കുറച്ച് പൈസ കാണാതായി പോയി. അപ്പോൾ ആ റൂമിനകത്ത് കയറുന്നത് ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ, ഭർത്താവിൻ്റെ അനിയൻ, 2 അനിയൻ. അപ്പോൾ പൈസ കാണാനില്ല എന്ന് പറഞ്ഞാൽ അയാൾ ബഹളമുണ്ടാക്കി. അയാൾക്ക് അറിയാം ഞാൻ എവിടെയും പോകുന്നില്ല, ഞാനൊരു കടല പോലും പുറത്തുനിന്ന് വാങ്ങിക്കില്ല, എനിക്ക് പൈസ എന്ന് പറഞ്ഞ സാധനത്തിന് ഉപയോഗം അറിയില്ല. അപ്പം അങ്ങനെ അറിയാത്ത ഞാൻ എടുക്കില്ല എന്ന് അയാൾക്ക് ബോധമുണ്ട്. അയാളെ അമ്മയ്ക്കും ബോധമുണ്ട്, പെങ്ങൾക്കും ബോധമുണ്ട്. ഞാൻ ആ ഒരു 8 സെന്റ് സ്ഥലത്തിൻ്റെ അപ്പുറത്ത് തൊട്ടയൽപ്പക്കാരോട് സംസാരിക്കാനോ പുഴയിൽ നല്ല ജീവിതമായിരുന്നു. നല്ല ജീവിതമായിരുന്നു. നല്ല ഭക്ഷണങ്ങൾ, നല്ല സാധനങ്ങൾ കൊണ്ടുവരും, ഒപ്പം തന്നെ മറ്റു സാധനം തരും. ആദ്യത്തെ പുരുഷൻ സുബ്രഹ്മണ്യനാണ്. ആദ്യത്തെ ആള് സുബ്രഹ്മണ്യനാണ്. നല്ല ആള് ചാരായൊക്കെ പറ്റുന്നോണ്ട് ഞാൻ വിൽക്കും. ഞാനപ്പോ ഞാൻ വെറുതെ മടി തോന്നിയിട്ടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. അല്ല, അത് ചാരായം എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഈ ലോക്കൽ ഏരിയയിൽ ചാരായം എന്ന് പറഞ്ഞാൽ അത് വേറെ സാധനമല്ല. ഇന്നത്തെ ഭാര്യ സ്ത്രീ എന്നുള്ള രീതിയിൽ അത് മറ്റുള്ള പുരുഷന്മാർക്ക് അവിടെ അതിന്റെ അപ്പുറത്തൊക്കെ വിൽക്കുന്ന എന്നെക്കാളും കാണാൻ കൊള്ളാവുന്ന സുന്ദരിമാര്, അവര് രാവണി എന്നൊക്കെ പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, ഞങ്ങളെ ജാതിക്കാരനാണ്. പിന്നെ പട്ടാളം രാഘവേട്ടന്റെ വീട്ടില് ചാരായന്റെ ചന്ദ്രനാണ് വാറ്റുന്നത്. അവരിൽ ആരെങ്കിലൊക്കെയാണ് വിൽക്കുന്നത്. അതൊരു പുതിയ ലോകമായിരുന്നില്ല. നമ്മൾ അന്ന് വിൽക്കുമ്പം ഈ മേടിച്ച് കൊഴിക്കാൻ വരുന്നവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആണുങ്ങൾ മോശമായിട്ടെന്നല്ല, ഒരു ചിരി, ഒരു പഞ്ചാര ചിരിയൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ ഒന്ന് തട്ടും മുട്ടുമൊക്കെ ചെയ്യും. ഈ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കൈ തൊടുമ്പോൾ ഈ 13 സെക്കൻഡ് നോക്കുമ്പോൾ കേസാണെന്ന് പറയുന്ന ഒരു സംവിധാനം ഒന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് ഈ തെറി വിളിക്കുമ്പോഴാണ് അയാള് മോശം തോന്നുന്നത്.
നമ്മളപ്പോ മാറ്റ് വിൽക്കുന്നു, നമ്മൾ അങ്ങനത്തെ സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ പൈസ കാണുന്നില്ല, പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. പൈസ കാണുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നത് അതിന്റെ ഇടയ്ക്കാണ്. അതിനിടയ്ക്കാണ് അയാൾ കുറച്ച് കുപ്പി ഒന്നിച്ച് വിറ്റായിരുന്നു. കുപ്പി ഒന്നിച്ച് വിറ്റുവിട്ട് അവിടെ കൊണ്ടുവച്ചായിരുന്നു. ഈ പണ്ടൊക്കെ പൈസ സൂക്ഷിച്ച് വയ്ക്കുക, നമ്മുടെ ഈ കൈതോലപ്പായ ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു കയറിൽ കെട്ടി തൂക്കും, അപ്പോൾ കുഴല് പോലെ ഇരിക്കും. അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക, രഹസ്യമാണ്. ഉള്ള കറക്റ്റായിട്ട് റൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് അത് പരസ്യമായി പൈസ. ഇയാൾ രഹസ്യമായിട്ട് എന്തിനാ വെച്ചിരുന്നത്? ഇയാൾക്ക് കുറെ പെണ്ണ് കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അറിയാം. അയാള് പോയി കഴിഞ്ഞപ്പോഴേ തന്നെ ഒരു ദിവസം അയാള് എന്താ പറയാ, അയാളെക്കാളും 10 വയസ്സിന് കൂടെയുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് അന്ന് അയാളെ ഒരു ദിവസം ഞാൻ കണ്ടത്. ഞാൻ പിന്നെ അയാളെ ഒരു കുപ്പിയും കൊണ്ട് അയാളെ വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ അതിന്റെ പിന്നാലെ പോയി അവരവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാൻ പോയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും വേറൊരു ഇതായിട്ട് ജീവിക്കും. വിഷമം തോന്നിയില്ലേ എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ? എന്റെ ഭർത്താവ് എന്ന് പറയാൻ അതെന്റെ ഭർത്താവാണെന്നുള്ള ബോധ്യം പോലും എനിക്കുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, നമ്മള് ഒരു കാട്ടിലകപ്പെട്ടാൽ അവിടുത്തെ പഴം ഇതൊക്കെ കിഴങ്ങുകളൊക്കെ കഴിച്ച് നമ്മൾ ജീവിച്ചു പോയില്ലേ? ആ ജീവിച്ചു പോണ ഒരു ആ മരത്തിനോട് എന്ത് പ്രണയം, ആ മണ്ണിനോട് എന്ത് പ്രണയം. സുബ്രഹ്മണ്യന്റെ കൂടെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിന്, ഞാൻ പറയുന്ന ആദ്യത്തെ പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു പരാതി എന്താന്ന് വെച്ചാൽ എനിക്ക് കന്യാചർമ്മം ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, അയാൾ അപ്പൊ ചോദിച്ചില്ല, അങ്ങനെ ചോദിച്ചില്ല അയാൾ ചോദിച്ചു, നിനക്ക് കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും അവിടെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ സ്നേഹം എന്നുള്ള വാക്കിന് വേറെ അർത്ഥത്തിൽ പോയില്ല. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അത് സ്ത്രീകളായിട്ട് ബന്ധപ്പെടും പിന്നെ എന്നാ സംഭവങ്ങൾ നടക്കും, നിനക്കൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. ഇയാളത് പറഞ്ഞു, ഞാൻ കേട്ടു. ഇത് എന്താണ് വലിയ സംഭവം എന്നൊന്നും എനിക്കത് ഫീൽ ചെയ്തില്ല. അതെന്തോ അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെ ആർക്കുണ്ടാവാം. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് പല സ്ത്രീകൾക്ക് അത് ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് എനിക്കൊരു ഉത്തരമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്റെ മോളെ ഞാൻ പറയുമ്പോ ഞാനും ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം കണ്ടുപിടിക്കാനൊന്നും നടന്നിട്ടില്ല. അതാണ് പുള്ളിക്ക് പ്രശ്നമായിരുന്നത്. അത് പ്രശ്നമായിട്ടുണ്ടാവും തോന്നുന്നു. അത് അതിന് മുമ്പേ അയാൾക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു. അയാൾക്ക് ആ നാട്ടിൽ വലിയൊരു കോടീശ്വരി ഉണ്ടായിരുന്നു. ആ കോടീശ്വരിയുടെ എന്ന് പറയുമ്പോ അമ്മയുടെ കൂട്ടുകാരനാണ് അയാള്, ആ കോടീശ്വരിയുടെ ഭർത്താവ്. അവരായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് 16 വയസ്സായ ഒരു പെൺകുട്ടീനെ ഗർഭിണിയാക്കി. എന്നിട്ട് ആ പെൺകുട്ടി ഗർഭസത്യാഗ്രഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പോകുമ്പോ അറിയത്തില്ല. അല്ല, ഈ ഗർഭസത്യാഗ്രഹമൊക്കെ ഞാൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എൻ്റെ വീട്ടില് എൻ്റെ വല്യച്ഛൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് ഗർഭസത്യാഗ്രഹത്തിന് ആൾക്കാർ ഇരിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ വല്യേട്ടൻ ഒരു കോഴിയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഗർഭസത്യാഗ്രഹം രണ്ടായിട്ടല്ല കണ്ടത്, ഒന്നായിട്ട് കണ്ടു. ആണുങ്ങളിങ്ങനെ പോവും, അത് ചിലവർ ഗർഭസത്യാഗ്രഹത്തിന് വരും, ചിലവർ പെറ്റു വളർത്തും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടു വളരുന്നത്. നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. ഇതിന് വേറൊരു സൊല്യൂഷൻ, വേറൊരു ലോകം, അല്ലെങ്കിൽ ഞാൻ പറയില്ലേ എനിക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ അയാൾ എൻ്റെ ഉള്ളിലൊരു ഫീലായിട്ട് നിൽക്കണം. നമുക്ക് അങ്ങനെ തോന്നും. അവിടെ താമസിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു റേഷൻ കാർഡ് തന്നാളെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരാള് അവിടെ താമസിക്കാം, ഉണ്ണാം, ഉറങ്ങാം, ഒക്കെ ചെയ്യാം. അയാൾക്ക് അനിഷ്ടമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അയാൾ തല്ലും. പൈസ കാണാതായപ്പോൾ തല്ലിയോ? പൈസ കാണാതായപ്പോ അത് പറഞ്ഞിട്ട് തല്ലിയില്ല. അപ്പൊ ഭർത്താവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു അത് അവളെ എടുത്തിട്ടുണ്ടാവുള്ളൂ, അവളെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടുണ്ടാവുന്നു. ഇത് കേട്ട വഴിക്ക് എനിക്ക് ദേഷ്യം വന്നു. കാരണം എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാരും ഒരിക്കൽ പോലും എൻ്റെ 1 രൂപ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നല്ല പൈസയായിട്ട് തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ ഇപ്പം ഈ 99-ന്റെ കാലശേഷമായിട്ട് നല്ല പൈസയായിട്ട് നിൽക്കുമ്പോഴും അവർ പൈസ വയ്ക്കാൻ വന്നിട്ടില്ല. കൊടുത്താൽ വാങ്ങിക്കൂല. ഞങ്ങൾ കുടുംബത്തോടെ വാങ്ങിക്കൂല. അതുകൊണ്ട് ഇവരിത് പറഞ്ഞപ്പോൾ അടുത്തൊഴിക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാൻ പോയി. അപ്പോൾ ഇയാളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻ്റെ ഒരു പണി നോക്കിപ്പോയി. ഇവരൊക്കെ ഇവരൊന്നും മനുഷ്യരല്ല, അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല. അയാൾ വന്നിട്ട് ഇങ്ങനെ കൈ ചുറ്റി പിടിച്ച ഒറ്റ കുത്താണ്. ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ കിടോട്ട് തൂങ്ങുന്ന അളവൊക്കെ. ഇവരെ 4-5 അടിയൊക്കെ അടിച്ചു. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞില്ലേ പോലീസുകാർ തല്ലിയപ്പോ ഞാൻ കാല് വലിക്കാതിരുന്നതൊക്കെ ഈ അനുഭവം വെച്ചിട്ട് അയാൾ അടിച്ചു. ഞാൻ മിണ്ടാതെ നിന്നു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം, അയ്യോ തല്ലല്ല ചേട്ടാ എന്നൊക്കെ പറയണ്ടേ. പണ്ടേ ശീലം ഉണ്ടല്ലേ ഇതൊക്കെ പറയണെന്നാണ് ആൾക്കാർ പറയണത്. നിങ്ങൾ എന്നെ പറഞ്ഞാലും തല്ലും, പറഞ്ഞില്ലെങ്കിലും തല്ലും. പിന്നെ ഈ ഒരു വാക്ക് എന്നെ ഉപേക്ഷിച്ച് ഞാൻ കളയേണ്ട കാര്യമില്ലല്ലോ. ഞാനതിനെ അങ്ങനെ കണ്ടുള്ളൂ. അയാൾക്ക് കൂടുതൽ ദേഷ്യമായി. പിന്നീട് അയാള്
ഓരോ ചെറിയ കാര്യങ്ങളെയും വലുതാക്കി 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 തള്ളാൻ തുടങ്ങി. പിന്നെ അതൊരു എന്താ പറയുക, ഒരു നിത്യ സംഭവമായിട്ട് മാറി. പിന്നെ തല്ലണത് എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല, ആ പരിസരത്ത് തല്ല് കൊള്ളാത്തവരുണ്ടോയെന്ന് ചോദിക്കണം, തല്ലണവരുണ്ടോയെന്നല്ല എല്ലാ അന്വേഷിക്കുന്നത്. സ്ത്രീകളും എല്ലാ സ്ത്രീകൾക്കും തല്ലും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ 3ാമത്തെ വീട്ടിൽ അയാൾ കറക്റ്റ് പറഞ്ഞ 6 അടി പൊക്കത്തിന് മേലെയുണ്ട്. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ചെറിയ മെലിഞ്ഞൊരു സ്ത്രീയാണ്. ആ സ്ത്രീനെ അയാൾ ഗവനിച്ചിട്ട് കേശവൻ എന്നാണ് അയാളുടെ പേര്, കേശവട്ടൻ തല്ലും. ഞാൻ വിചാരിക്കാലും അവർ മരിച്ചുവല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കും. നമുക്കിപ്പോ ചിരി വരും, പക്ഷെ അല്ല, അതൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ അത്. അയാൾ 5 ഷെല്ലിന്റെ ടോർച്ച് കൊണ്ട് എന്നെ നെഞ്ചിലിടിച്ചിട്ടുണ്ട്. ഇന്ന് ആ ടോർച്ച് പൊട്ടി കുത്തി കയറിയ അടയാളം എൻ്റെ ഇടത് നെഞ്ചിൻ്റെ താഴെയുണ്ട് അടയാളമായിട്ട്. എന്നിട്ടും നിന്നു കൂടെ? അല്ല, കൂടെ നിന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ല. കാരണം കുട്ടികളുണ്ട്, കുട്ടികളെ എടുത്തിട്ട് അവിടെ പോകും. അതിൽ അയാൾ മരിക്കുമ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഈ അടിക്കുമ്പോൾ എനിക്ക് ഒരു കുട്ടി, ഒരു ഗർഭിണിയായിരുന്നു. ഒരു കുട്ടി മരിച്ചു. ഒരു കുട്ടിയാവുമ്പോൾ 17 വയസ്സായിട്ടാണ് മരിച്ചത്. അവൻ ലോറിയിൽ ക്ലീനറായിട്ട് പോയതാണ്. പോയി കഴിഞ്ഞിട്ട് ഈ ലോറി കഴുകിയിട്ട് ഹൈവേയുടെ അടുത്ത്, ഒരു ദൂരെ ഓട്ടം പോണതായിരുന്നു. ഹൈവേയുടെ അടുത്ത് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ലോറിയുടെ അടിയിൽ കിടന്നുറങ്ങിയാൽ ഇടതുവശത്തേക്ക് എണീക്കണം. ഇവൻ എന്താ വെച്ചാൽ ഉറക്കത്തിൽ വലതുവശത്തേക്ക് എണീറ്റു. അപ്പോൾ വേറൊരു ലോറി പാസ് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ അവിടെ ബക്കറ്റ് കഴുകാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ബക്കറ്റ് തൂക്കിയിടും ലോറിയുടെ സൈഡിൽ. അത് ഈ ചെവിയുടെ പിന്നിലടിച്ചു. പക്ഷെ ഇവനപ്പം അതൊരു വേദനയായിട്ട് വല്ലാണ്ട് തോന്നിയില്ല. വണ്ടി അയാൾ എടുത്തിട്ട് കുറേ ദൂരം വന്നതിന് ശേഷം ഇങ്ങനെ മയങ്ങി വീണപ്പോഴാണ് അയാൾ. അന്ന് പിന്നെ ഫോണില്ല, ഒന്നുമില്ല. വിളിച്ചു പറയും എടുക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇത് എന്നെ കണ്ടെത്തി പിടിക്കുമ്പോഴേക്കും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സുബ്രഹ്മണ്യൻ എങ്ങനെ മരിക്കുന്നത്? ക്യാൻസറായിരുന്നു അയാൾ. ക്യാൻസർ. അന്ന് ക്യാൻസർ ഭയങ്കര ഇതായിട്ട് അയാള് അന്ന് ക്യാൻസർ ഒരു വഴിയില്ല വന്നു തുടങ്ങിയ. ഇടയ്ക്ക് പുള്ളി ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ക്യാൻസർ ആയതിനു ശേഷം ആത്മഹത്യക്ക് വേദന സഹിക്കാൻ പറ്റാതെ. അങ്ങനെ സുബ്രഹ്മണ്യത്തിന്റെ മരണത്തിന് ശേഷമാണ് നമ്മൾ ശരിക്കും പറയുന്ന ഈ ഒരു. സുബ്രഹ്മണ്യന്റെ മരണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറായി. അപ്പോഴും ഞാൻ അടിയൊക്കെ കൊണ്ടെങ്കിലും ഒരുവിധം തിരക്കില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് നല്ല, പിന്നെ ഒരു വയസ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു ബലം. അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും പണി ചെയ്ത കൂലിയൊക്കെ കൂടി 4000 രൂപയായി. അപ്പോൾ ഈ 4000 രൂപ എന്ന് പറഞ്ഞാൽ 3000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം 2 നേരം ചായ, ഇടനേരം ഫുഡ് കഴിക്കും. സുബ്രഹ്മണ്യനെ നന്നായിട്ട് നോക്കിയോ ആ കാലഘട്ടത്തിൽ? നന്നായിട്ട് തന്നെ, സാധാരണ വീട് പോലെ. ചിലപ്പോൾ കുറച്ച് ചോറ് കുറവുണ്ടെങ്കിലും 3 നേരം ഭക്ഷണം പാചകം ചെയ്യാത്തൊരു വീടായിരുന്നു. സുബ്രഹ്മണ്യൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയോ? വയ്യാതെ കിടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും ഇയാൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ ഫുഡ് കൊണ്ടുവരും. കാലത്ത് ഇപ്പോൾ ആരൊക്കെ വീട്ടിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അധികം കൊയ്ത്തുകാരായിരുന്നു അവിടെ. അപ്പോൾ ഈ അരി ഭക്ഷണം എല്ലാവരും വീട്ടിലും ഉണ്ടാവും, ആരുടെ വീട്ടിലില്ലാണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ മാത്രം ഞങ്ങളോട് ചോദിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അയാൾ സുഖമില്ലാണ്ട് കിടന്നപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇതായിരുന്നു. പല വീട്ടിൽ നിന്നും പിന്നെ ഈ അരി ഇടിച്ച മാവ്, തേങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ. അയൽപ്പക്കക്കാർ ജാതി ഭേദമന്യേ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ അരി ഇടിച്ച മാവൊക്കെ കൊണ്ടുവരുന്നത് മറ്റേ ഹരിജൻസ് ആയിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. 1 വർഷം വരെ അത് കൊടുക്കണം എന്നാണ്, വാലായ്മ തീരും വരെ കൊടുക്കണം എന്നാണ്. പിന്നെ ഏത്തപ്പഴം, അങ്ങനെ കുറേ പലതരം പഴങ്ങളും പലതരം അതുകൾ, പച്ചക്കറികൾ, കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും പട്ടിണി ആയിരുന്നില്ല. പിന്നെയാണ് പണിക്ക് പോയത്. പണിക്ക് പോയപ്പോഴാണ് അവർ പറഞ്ഞത്, എനിക്ക് നീ 3 രൂപ തന്നാ പോരാ, നീ 5 രൂപ തന്നാൽ മാത്രമേ പറ്റുള്ളൂ. സുബ്രഹ്മണ്യൻ്റെ അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, 5 രൂപയ്ക്ക് ഞാൻ അവിടെ പോവാ, കിട്ടുന്നത് 4 രൂപ. അത് ചോദിച്ചു തീർന്നില്ല. ഒരു ഇത്രയും ഒരു ചെരവത്തടി വന്നിട്ട് എൻ്റെ തറയിൽ ഒറ്റടി അടിച്ചത്. രക്തം ഇങ്ങനെ ഒഴുകി. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവർ എന്നെ കൊല്ലുന്നു തോന്നി എനിക്ക്. ദിവസം കൊടുക്കണം? ദിവസം 5 രൂപ കൊടുക്കണം. പണിക്ക് പോകുന്ന ദിവസം, ഞായറാഴ്ച പണി ഉണ്ടാവില്ല, പക്ഷെ ബാക്കി 6 ദിവസം 5 രൂപ. പക്ഷെ 5 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഇല്ലല്ലോ. എല്ലാവരും 2.5 രൂപ 3 രൂപയുടെ പണിയെടുക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആണുങ്ങൾ എടുക്കുന്ന പണി എടുത്തിട്ടാണ് 4 രൂപ കിട്ടുന്നത്. അതിനപ്പുറത്ത് വഴിയില്ല വേറെ. ഇവരിങ്ങനെ പറയാൻ കാരണം എന്നാ? അവർക്ക് പൈസ വേണം. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളെ നോക്കണം, പാചകം ചെയ്യണം. അപ്പം ഞാനൊക്കെ നേരത്തെ പോയി എനിക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. അപ്പം 2 ജോലി. അവർ 2 മകൻ്റെ മക്കളെ നോക്കുന്നത് ഒരു ജോലി, പാചകം ചെയ്യുന്നത് ഒരു ജോലി.
പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ, അവരെ എൻ്റെ അനിയന് ചേച്ചി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട്, അവർക്ക്, ഈ അമ്മായിമ്മയ്ക്ക്, ഇത്രയും പേർക്ക് ഞാൻ അത് കൊണ്ടുവരണം. അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി. ചേച്ചി ഒരാഴ്ചയിൽ 12 രൂപ വീട്ടിലേക്ക് കൊടുക്കണം. അങ്ങനെ എൻ്റെ അത്ര ആരോഗ്യമുള്ള അത്രയും സെയിം ആയിട്ടുള്ള അവരോട്ട് കമ്പനിയിലെ പണിക്ക് പോകും. ഞാൻ 5 രൂപ കൊടുക്കണം. അപ്പോൾ അവിടെ വെച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ഞാൻ പിന്നെ അവരോട് വലിയ തർക്കിച്ചില്ല. പറ്റുമോയെന്ന് ചോദിച്ചപ്പോഴേക്കും തലയിലടിയിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ചർച്ച അവിടെ നിർത്തി. പിന്നെ മുന്നോട്ട് വഴിയില്ല. അപ്പോഴാണ് പിന്നെ ഞാൻ റോസ് ചേച്ചിനോട് ആലോചിച്ചത്. അയാളെ ശരിക്കും സെക്സ് വർക്കറാണ്. നാട്ടിലൊക്കെ അറിയാതെ പോകുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അത് അന്നും ഇന്നും നമ്മളത് മുദ്ര കുത്തപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ നിൽക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊട്ടാരം മുതൽ കുടില് വരെ. പണ്ട് കാലത്ത് മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ പോലെയുള്ള സാധനങ്ങൾ ഈ ഗൾഫുകാരന്മാർ വീട്ടിൽ മേടിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി കുറേ പെണ്ണുങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത് എനിക്കറിയാം. ഞാൻ പ്രത്യേക ഒരു പെണ്ണുങ്ങളെ പറയല്ല. കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ആവശ്യത്തിന് പോക്കറ്റ് മണി ഇല്ലാണ്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പലയിടത്തും പച്ചയായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജോളിയായിട്ട് ചുറ്റാൻ വേണ്ടി, ഉലകം ചുറ്റും വാലിബനായിട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അവരൊക്കെ മര്യാദക്കാരുടെ ലിസ്റ്റിലാണ്, അവരൊക്കെ കുലസ്ത്രീകളുടെ ലിസ്റ്റിലാണ്. ഈ റോസി ചേച്ചി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റോസി ചേച്ചി ഈ ഭർത്താവായിട്ട് പണങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവൾ കുലസ്ത്രീ. അവൾ തൃശ്ശൂർക്കര ഇറങ്ങിറങ്ങും. അപ്പോഴാണ് ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ വേശ്യസ്ത്രീ. അതിൽ ഭയങ്കര രസം എന്താന്ന് വെച്ചാൽ എന്നെ അവിടെ ഇട്ട് അടിക്കുമ്പോൾ ആ SIയും സർക്കിളും ഒന്നും അവരെ തൊട്ടില്ല. അവരെ ബെഡ്റൂമുകളിൽ ഇവർ കയറി ഇറങ്ങിയതാണ്. എൻ്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയാൽ നട്ടലില്ലാത്തതുകൊണ്ടാണ് അവൻ എന്നെ കാണിച്ചു കൊടുത്തത്. മനസ്സിലായി. അവിടെ 2 മുഖമാണ്. അവിടെ ഞാൻ ഈ കേട്ടു, ആദ്യത്തെ ക്ലയൻ്റ് ആയിട്ടുള്ള പോലീസുകാരൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മദ്യപിച്ചതും ഒരു വാറ്റുകാരിയാണെന്നും അയാൾ തിരിച്ചറിഞ്ഞപ്പം തൊട്ടാണ് അയാളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നത്, അല്ലേ? അയാളെ എല്ലാ ആവശ്യം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ലോക്കൽ സ്ത്രീ എന്ന് മനസ്സിലാക്കിയത്. അയാൾ തൃശ്ശൂരുകാരനല്ലായിരുന്നോ? അല്ല, ഇവിടുത്തുകാരനാണെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല. പക്ഷെ അയാളുടെ ഭാഷ ഒരു അച്ചടി, പോലീസുകാരൻ്റെ അച്ചടി ഭാഷയാണല്ലോ. അസല് സുരേഷ് ഗോപി. അതിനേക്കാൾ ഇത്തിരി ചുരുള മുടി ഒഴികെ വേറെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ അയാള് ഇപ്പൊ കുലസ്ത്രീ അതിൽ എന്നെ താഴെ കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്നറിയാം. ഇയാള് കുലപുരുഷനായിട്ട് ഈ കാര്യത്തിന് വരാൻ പാടില്ലല്ലോ. ഭാര്യ മക്കളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും ഒരു 10 വയസ്സിനെങ്കിലും മൂത്ത ആളാണ്. അത് കണ്ടല്ല അറിയാം. ഭയങ്കര ആഢ്യത്തിലുള്ള ആളാണ്. അയാളെ അച്ചിരിട്ട് പോയാ പോരെ. ഈ റോസി ചേച്ചിയുടെ അടുത്ത് നമ്മള് റോസി ചേച്ചിയാണോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞേ പൈസക്ക്? അല്ല, ഞാൻ കാർത്തിയാനി എന്നിട്ട് വേറെ ഫ്രണ്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെയോ പൈസ സംഘടിപ്പിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാർത്തിയാനിയുടെ അടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്കത് വഴി മനസ്സിലായില്ല. ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ 2 കുട്ടികളെയും ഏതെങ്കിലും അനാഥ മഠത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് റോസി ചേച്ചി ഇതിൽ ഇടപെട്ട. കാർത്തിയാനി റോസി ചേച്ചിയോട് പറഞ്ഞു അങ്ങോട്ട് ചേർത്താൽ പിന്നെ കുട്ടികളെ അവർ തിരിച്ചു തരില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയിലൊക്കെ പഠനത്തിനാന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷെ എവിടെ പോവാന്ന് ആധികാരികമായിട്ട് എല്ലാം അറിയാവുന്ന പോലെ നമ്മളോട് പറഞ്ഞു. അവര് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു വേറെ എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് റോസ് ചേച്ചി പറഞ്ഞത് ഞാനൊരു പണി പറഞ്ഞെന്ന് ചെയ്യും. ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ഈ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇടപഴകണം അതുപോലെ മതി. അപ്പം എൻ്റെയൊക്കെ ഒരു ധാരണ എന്തായിരുന്നു എന്നറിയാം. ഞങ്ങൾ ഈ മണലിപ്പുഴ എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ പറഞ്ഞില്ല, അവിടെയാണ് ഞാൻ എൻ്റെ വീട് കല്ലൂരാണെങ്കിലും ഞാനപ്പോൾ താമസിക്കുന്നത് മണലിപ്പുഴയാണ്. മണലിപ്പുഴയിൽ തൃശ്ശൂർ റൗണ്ട് വരെ പോയുമ്പോൾ അന്ന് ആൾക്കാർ പരസ്പരം അറിയില്ല എന്നുള്ളതാണ്. തൃശ്ശൂർ റൗണ്ടിലേക്ക് അത്രയും വേണ്ടപ്പെട്ടവർ മാത്രമേ പോവുള്ളൂ. മാർക്കറ്റിലേക്ക് പോവും. മാർക്കറ്റ് ശക്തൻ നമ്പുരാൻ മാർക്കറ്റ് അതിന്റെ അപ്പുറത്താണ്, ഇപ്പുറത്തേക്ക് വരൂല്ല, മറ്റേതാണ്. അപ്പൊ അതുകൊണ്ട് ആരും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇയാൾക്ക് വേണമെങ്കിൽ എങ്ങനെയും തോന്നിയിട്ടുണ്ടാവും. റോസേച്ചി വേണമെങ്കിൽ ഏതോ ഒരു കുലസ്ത്രീ എന്നായിട്ടായിരിക്കും എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ചാരായൊക്കെ കുടിച്ചപ്പോ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് കുലസ്ത്രീ അല്ല വേശ്യസ്ത്രീയാണ്. പറ്റിച്ച പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഈ പറ്റിച്ച പോലെ തോന്നുമ്പോ പ്രതികാരം വിട്ടാനുള്ളത് ആരാണെന്നുള്ളതാണ്. അയാളെ കണ്ടാലേ എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. സത്യത്തിൽ ആ സമയത്ത് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ അയാളുടെ കുടുംബം കണ്ടെങ്കിൽ ഞാൻ ആദ്യം അയാളുടെ കുടുംബത്തിൽ പോയി പറഞ്ഞു. ഇപ്പം ഞാൻ മറ്റുള്ള ഒരു ക്ലയൻറ്റിന് ഞാൻ ഒറ്റ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ആണുങ്ങളിൽ കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ട് എനിക്കറിയാം അവരുടെ കുടുംബത്തിന് അത് ബാധിക്കില്ല എന്ന്.
പക്ഷെ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കൂലേ. ഉം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറ്റിക്കപ്പെടാൻ അയാളെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഥകി തട്ടി വിളിക്കുന്നതല്ലല്ലോ. ആദ്യമായിട്ട് പോകുമ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? മാനസികത തമാശയായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ അയാൾ വരുമ്പോൾ ഒരു എന്താ പറയുക, മറ്റേ കസവ് മുണ്ടൊക്കെ ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ആചാനുഭവമായിട്ട് വരുന്നു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ സിനിമയിലൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഞാൻ എപ്പോഴും കുറച്ച് സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു, റോസ് ചേച്ചി ഇതാരാന്ന് ചോദിച്ചു. എനിക്ക് ഇയാൾ എൻ്റെ ലൈൻ്റെന്ന് തോന്നിയിട്ടേ ഇല്ല. പള്ളി സുബ്രഹ്മണ്യം നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള ഹൈറ്റും വെയിറ്റുള്ള ആളാണെങ്കിലും ഞാൻ പറഞ്ഞ വേറൊരാളെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. ചേച്ചി പറ്റിക്കാണ്ട് കാശൊക്കെ തരുമല്ലോ, എനിക്കൊരൊറ്റ ധാരണയുള്ള കാശ് കിട്ടില്ല, അല്ലാണ്ട് ഇതിനെപ്പറ്റി ഇതുമല്ല. അപ്പോഴാണ് അയാൾ അവിടെ പോലെ അയാളിങ്ങനെ ആദ്യം തന്നെ കൊണ്ട് കണ്ണാടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കണ്ണാടിയിൽ ഞങ്ങൾ നോക്കുന്നതെന്ന്. പിന്നെ ഫോട്ടോ എടുപ്പൊന്നും ഇല്ലല്ലോ അന്ന്. രാമനിലയത്തിൽ നിലക്കണ്ണാടി ഉണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫുള്ളായിട്ടുള്ള കണ്ണാടി ഫുള്ളായിട്ടുള്ള. അപ്പോഴും അമ്മ ഈ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വേശ്യാവൃത്തിയാണെന്നും ഇത് നല്ലതല്ലെന്നും അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നും അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയോ? തെറ്റാണെന്ന് പറഞ്ഞാൽ വേറൊരു പുരുഷനായിട്ട് കൂട്ടുണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ള ബോധമുണ്ട്. അത്ര ബോധമല്ലേ ആയില്ല. പക്ഷെ ഇത് വേറൊരാൾ അറിയുന്നവരെ ഞാൻ സേഫ്റ്റി ആണെന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ ഞാനത് ചെയ്യുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, 10 ദിവസത്തേക്കുള്ള പ്രശ്നം പരിഹരിക്കുന്നു. ഉള്ളിൽ തോന്നിയത് ഇതാണ്, ഇത് തെറ്റാണ്. കാരണം അയാൾ എൻ്റെ ഭർത്താവല്ല. പക്ഷെ ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല എന്നുള്ളൊരു തോന്നലും അതിനോടൊപ്പം തന്നെ ഇതാരറിയാത്തോടത്തോളം കാലം സുരക്ഷിതമായ മാർഗമാണെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും അറിയുന്നില്ലല്ലോ അത്. എനിക്ക് കാശ് വേണം, അയാളുടെ കൂടെ പോകണം. അപ്പൊ എനിക്ക് ആദ്യം തോന്നിയത് എന്താ വെച്ചാൽ എൻ്റെ ചിന്തകളെ മറക്കാനാണ് ഞാൻ കുടിച്ചത്. കുടിച്ച ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം സുബ്രഹ്മണ്യം മരിച്ചതിന് ശേഷം 1 വർഷം ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കള്ള് കിട്ടാത്തതല്ല എൻ്റെ ബോധം. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചോദ്യം ഉത്തരങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ മദ്യം കഴിച്ചത്. ഞാൻ അത്രയധികം കഴിക്കുന്ന ആളുമില്ല, പക്ഷെ കഴിച്ചാൽ ഇപ്പം അത്ര ബാധിക്കില്ല. കഴിഞ്ഞൊരു 10 വർഷം വരേക്കും മദ്യം കഴിച്ച് ഞാൻ ഫിറ്റായിട്ട് എവിടെയും മുന്നേറുന്നിട്ടില്ല. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ഒരു ശീലമാണ്. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് വലുതായിട്ട് ഒഴിച്ചിട്ട് ഒന്നിച്ച് കഴിച്ചു. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. പക്ഷെ അത് അയാൾക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അത് അയാൾക്ക് ഷോക്കായിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ച അയാൾ ചെയ്യുന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നു. അപ്പം അത് ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ തോന്നുന്നത്. മനസ്സിലായി.